ഹായ് ഓൾ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മിഥുൻ. ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് മാത്സിലെ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓണം എക്സാം ആയാലും മെയിൻ എക്സാം ആയാലും അതിനൊക്കെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ചാപ്റ്ററിനായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുക്കും പേനയൊക്കെ ആയിട്ട് നമ്മുടെ മുന്നിൽ റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പറയുന്നതിനനുസരിച്ച് അത് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്ന് കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അതിനുശേഷം മാത്രം ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് ഇക്വേഷൻ ആണ് ഏത് ക്വസ്റ്റ്യനാണ് അതിനകത്ത് കൊടുക്കേണ്ടി വരാൻ നോക്കാം. കറക്റ്റ് ആയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? 1 4 7 10 എന്ന സമാന്തര ശ്രേണി പരിഗണിക്കുക. ഓക്കെ, എന്താണ്? കൺസിഡർ ദി അരിത്തമെറ്റിക് സീക്വൻസ് 1 4 7 10 എക്സെട്ര. ഓക്കെ, എക്സെട്ര ഇങ്ങനെ എക്സെട്ര ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ഈ അരിത്തമെറ്റിക് സീക്വൻസ് ഇതിലാക്കിയ എന്താണ്? വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ്? ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ്? എത്രയാണ് കോമൺ ഡിഫറൻസ്? എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? കോമൺ ഡിഫറൻസ് ലെറ്റർ അടക്കം അറിയാം. ഡി ആണ്. ഡി എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലെ? പൊതു വ്യത്യാസം എത്രയായിരിക്കും? ഇതിനകത്ത് കുറയ്ക്കാം. രണ്ടാമത്തെ ടൈമിൽ നിന്ന് ഒന്നാമത്തെ കുറയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മുന്നിലുള്ള ടൈമിൽ നിന്ന് തൊട്ട് പുറകിലോ കുറയ്ക്കാം. ഓക്കെ, എത്രയായിരിക്കും? 4 ൽ 1 കുറച്ചാൽ 4 - 1 അങ്ങനെ എഴുതണമെന്നൊന്നും ഇല്ല കേട്ടോ. 3. ഓക്കെ, 3 കിട്ടി. എല്ലാവർക്കും കിട്ടുമല്ലോ. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദി ആൽജിബ്രൈക് ഫോം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിന്റെ ആൽജിബ്രൈക് ഫോം എഴുതാൻ. ഓക്കെ, അപ്പൊ എന്താണ്? ആൽജിബ്രൈക് ഫോം ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? ചോദ്യം നമ്മൾ എഴുതി. ബി ചോദ്യമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ബി ചോദ്യം ആൽജിബ്രൈക് ഫോം എഴുതണമെങ്കിൽ ആദ്യം തന്നെ എന്തറിയണം? ആൽജിബ്രൈക് ഫോം എഴുതാനുള്ള ഇക്വേഷൻ അറിയണം അല്ലെ? എന്താണ് ആൽജിബ്രൈക് ഫോം എഴുതാനുള്ള ഇക്വേഷൻ? എന്താണ് ഇക്വേഷൻ? xn = dn + f - d അല്ലെ? ആൽജിബ്രൈക് ഫോം എഴുതാൻ അല്ലെങ്കിൽ nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് xn = dn + f - d. ഓക്കെ, അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അറിയേണ്ട കാര്യങ്ങൾ നോക്കാം. d എത്രയാണ്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1 4 7 10 അല്ലെ? 1 4 7 10 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇതിനകത്ത് d എന്ന് വെച്ചാൽ വ്യത്യാസം 3 ആണ്. n എന്ത് ചെയ്യണം? ആൽജിബ്രൈക് ഫോം അല്ല എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ n തന്നെ എഴുതണം. n വേറെ വാല്യൂ ഒന്നും കൊടുക്കാൻ നിൽക്കരുത്. ഓക്കെ, ഇനി f എത്രയാണ് നോക്കാം. ഫസ്റ്റ് ടേം f എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം ആണ്. ആദ്യപദം ബീജഗണിത രൂപം കൊണ്ട് എഴുതുന്നത്. മലയാളം മീഡിയം നോക്കാം. ബീജഗണിത രൂപം എഴുതുമ്പോൾ f എന്ന് വെച്ചാൽ ആദ്യപദം എത്രയാണ്? 1 ആണ്. ഓക്കെ, ഞാൻ കൊടുക്കാം xn = ഡിക്ക് പകരം 3 കൊടുത്തു. അതുപോലെ തന്നെ എഴുതി. പ്ലസ് എഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 കൊടുത്തു. മൈനസ് ഡി എന്ന് പറഞ്ഞാൽ 3 കൊടുത്തു. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിനകത്തുള്ള ഇക്വേഷനിൽ ഈ നമ്പറുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? xn = 3n + 1 ൽ നിന്ന് 3 കുറച്ചാൽ ചെറിയ നമ്പറിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കണം. ഓക്കെ, അപ്പൊ എന്തായി? 1 ൽ നിന്ന് 3 കുറച്ചാൽ -2 ആണ്. അപ്പൊ എന്താണ്? ഒരു പ്ലസ് ഒരു മൈനസ് അടുത്തെടുത്തു അല്ലേ? 3n + -2 ഒന്നും. അപ്പൊ എന്ത് ചെയ്യണം? ഒരു പ്ലസ് മൈനസ് അടുത്തെടുത്തു എന്നാൽ മൈനസിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ എന്താവും? xn = 3n - 2. ഇതാണ് നമ്മുടെ ആൽജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു കേട്ടോ. എളുപ്പമല്ലേ? എളുപ്പമാണ്. ആൽജിബ്രൈക് ഫോം എഴുതാൻ ചോദിച്ചാൽ ഇതുപോലെ ഇതേ ഇക്വേഷനിൽ എന്നതുപോലെ എഴുതാം. ബാക്കി സാധനങ്ങൾക്ക് വില കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഇഫ് 10th ടേം ഓഫ് ദി സീക്വൻസ്. അതായത് ഇതിന്റെ 10ാം പദം എത്ര? 10ാം പദം കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ ഒരു ആൽജിബ്രൈക് ഫോം ഇരിക്കുന്നുണ്ട് അല്ലേ? ആൽജിബ്രൈക് ഫോം എന്ന് വെച്ചാൽ എന്താണ്? ഇതിന്റെ ഒരു ജനറൽ ഫോം ആണ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു ഫോം ആണ്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ എന്താണ് ഇതിന്റെ അകത്ത് പ്രത്യേകത? ചോദ്യം ചെയ്യാം. എന്ത് ചെയ്യണം? ആൽജിബ്രൈക് ഫോമിലെ n പകരം 1 കൊടുത്താൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. ശ്രദ്ധിച്ച് കേൾക്കണം. n 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും. n 2 കൊടുത്താൽ സെക്കൻഡ് ടേം കിട്ടും. 3 കൊടുത്താൽ തേർഡ് ടേം കിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? 10th ടേം അല്ലേ ചോദിച്ചിട്ടുള്ളത്? അപ്പൊ എന്ത് ചെയ്യണം? n 10 കൊടുക്കാം. ഓക്കെ, 10 കൊടുത്താൽ 10th ടേം ആണ് കിട്ടാൻ പോണത്. കൊടുക്കാം. നമുക്ക് എന്താണ്? 3 × n പകരം 10 കൊടുത്തു. -2. ഓക്കെ, 3 × ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം എന്നിട്ടേ മൈനസ് ആ പ്ലസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ അത് കൊടുക്കാം. ആൽജിബ്രൈക് ഫോമിൽ 3 × n അല്ലെ? 3 എന്ന് വെച്ചാൽ 3 × 10. n പകരം 10 കൊടുത്തു. അപ്പൊ എന്താണ്? 3 × 10 -2. ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 10 30 -2 28 കിട്ടി. അതായത് 10th ടേം കിട്ടി 28 കിട്ടി. ഓക്കെ, 10th ടേം 28 കിട്ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഡി ചോദ്യം നോക്കാം. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. എന്താണ്? ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക. ഓക്കെ, ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ? സം കണ്ടുപിടിക്കാൻ നമ്മൾ എഴുതി. ഡി ചോദ്യം സം കാണാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചു. SN = അല്ലെങ്കിൽ സം = എന്ന് പഠിച്ചിട്ടുണ്ടാവും. തുക കാണാൻ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ n/2 × x1 + xn. ഓക്കെ, n/2 × x1 + xn ആണ് എന്ത് കാണാനുള്ള ഇക്വേഷൻ ആണ്? സം കാണാനുള്ള ഇക്വേഷൻ ആണ് അല്ലേ? അപ്പൊ ഇത് നോക്കാം. എന്തൊക്കെ അറിയാൻ നോക്കാം കേട്ടാ. n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടൈം ആണ്.
10 ടേമിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n എന്ന് വെച്ചാൽ 10 ആയിരിക്കും. ഓക്കെ, നോക്കാം. n എന്ന് വെച്ചാൽ 10 ആയിരിക്കും. കിട്ടി. ഇനി x1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം, അതായത് x1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം 1 ആണ്. അറിയാം, ഇക്വേഷനിലുള്ള സാധനങ്ങൾ അറിയാം, നോക്കേണ്ട നമ്മള്. അപ്പൊ n അറിയാം, x1 അറിയാം. x എന്ന് വെച്ചാലോ, x എന്ന് വെച്ചാൽ ലാസ്റ്റ് ടേം, അഥവാ ലാസ്റ്റ് ടേം എന്ന് വെച്ചാൽ nth ടേം എന്ന് പറയും, ലാസ്റ്റ് ടേം എന്ന് പറയും. അല്ലെങ്കിൽ എന്താണ്, 10 അല്ലേ ഉള്ളത്. അപ്പൊ 10ാമത്തെ ടേം അല്ലേ ലാസ്റ്റ് വരാ. ഓക്കെ, ക്ലിയർ ആയിരിക്കും കേട്ടാ. അപ്പൊ x എന്ന് വെച്ചാൽ എത്രയാണ്? 10ാമത്തെ ടേം ആയിട്ടുള്ള 10ാമത്തെ ടേം എത്രയാണ്? 28. കേട്ടാ, അങ്ങനെ എഴുതി പോകുമ്പോഴേ നോക്കി 28ലാണ് പോയി അവസാനിക്കുക. അപ്പൊ ലാസ്റ്റ് ടേം എന്ന് വെച്ചാൽ എത്രയാണ്? 28 ആണ്. ഓക്കെ ആണല്ലോ. x എന്ന് വെച്ചാൽ 28 ആണ്. 10ാമത്തെ ടേം ആണ്, അതാണ് 28. കേട്ടാ, 10ാം പദം ആയിട്ടുള്ള 28 ആണ് x എന്ന് വരെ എഴുതുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. s n equal to sum of 10 times അല്ലേ? s 10 ആണെങ്കിൽ എഴുതാം അല്ലേ? sum of 10 times s 10 equal to, ഓക്കെ, ആദ്യത്തെ 10 പദങ്ങളുടെ തുക. അതാണ് ഞാൻ ഈ s 10 എഴുതിയിട്ടുള്ളത് കേട്ടാ. s ആണ് എഴുതിയിട്ടുള്ളത് കേട്ടാ. അപ്പൊ നോക്കി, n ന് പകരം 10 കൊടുത്തു. 10/2 ഇൻറ്റു ആണ് ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടാല് x1 എത്രയാണ്? 1 പ്ലസ് x n പകരം 28 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നോക്കാം, 10/2 എത്രയാണ്? 5 ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ ചെയ്തപ്പോ 29 കിട്ടി അല്ലേ? 29. അപ്പൊ എത്രയാണ്? 5 × 29 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 29 × 5 29 × 5 ചെയ്തപ്പോ 45 5 ബാക്കി 4 10 4 14. ഓക്കെ, 145 കിട്ടി. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് 10 ടൈംസ് എത്ര കിട്ടി? 145 കിട്ടി. മൾട്ടിപ്ലൈ ആട്ടാ, കറക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയണം, ഡിവൈഡ് ചെയ്യാൻ അറിയണം, ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാൻ അറിയണം. ഓക്കെ, നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ചെയ്തു പോകാൻ പറ്റും. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു? അൾജിബ്രായിക് ഫോം കണ്ടുപിടിച്ചു, 10th ടേം കണ്ടുപിടിച്ചു, സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് കണ്ടുപിടിച്ചു. ഓക്കെ, ക്ലിയർ ആയിരിക്കണം. ഈ ചോദ്യം എന്തായാലും പഠിക്കണം, നിർബന്ധമായിട്ട്. ഏറ്റവും ബേസ് ചോദ്യമാണ്. ഞാൻ ഇത് ഇട്ടിട്ടുള്ളത് നമ്മുടെ ഓണം എക്സാമിൽ നിന്നല്ല, അതിന് മുമ്പത്തെ ഒരു SSLC എക്സാമിൽ നിന്ന് എടുത്ത ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. ഇത് ക്ലിയർ ആയിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് ഇത് മനസ്സിലായിരിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ് പറഞ്ഞിട്ടുള്ളത്? വിച്ച് ഈസ് ദി 100th ടൈം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 1 2 3 എക്സെട്രാ. സിമ്പിൾ ആയിരുന്നു. അതായത് നമ്മുടെ 2022 ഓണം എക്സാമിന് ചോദിച്ചാൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2022 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കിയാലോ, വിച്ച് ഈസ് ദി 100th ടൈം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 1 2 3 എക്സെട്രാ. 1 2 3 എക്സെട്രാ എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 1 2 3 എക്സെട്രാ എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 100ാം പദം ശ്രേണിയിലെ സമാന്തരത്തിലെ 100ാം പദം എത്രയാണ്? ആദ്യത്തെ എന്നല്ല, 100ാം പദം എത്രയാണ്? ഓക്കെ, ക്ലിയർ ആണല്ലോ. ചോദ്യം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. എത്രയാണ് ഉത്തരം? സിമ്പിൾ ആയിട്ട് എഴുതി കൂടെ, എല്ലാവർക്കും എഴുതി കൂടെ. എത്രയാണ്? 1 2 3 എക്സെട്രാ എഴുതിയിട്ടുണ്ടെങ്കിൽ 100ാമത് എഴുതണം സംഖ്യ ഏതാണ്? ഏതായിരിക്കും? ഒന്നാമത് എഴുതുന്നത് 1, രണ്ടാമത്തെ സംഖ്യ 2, മൂന്നാമത്തെ 3. അങ്ങനെയാണെങ്കിൽ 100ാമത്തെ സംഖ്യ എത്രയാണ്? ആൻസർ എത്രയാണ് കിട്ടിയെന്നിരിക്കും? എത്രയാണ്? 100 ആയിരിക്കും അല്ലേ? 100ാമത്തെ 100. 1000ാമത്തെ സംഖ്യ ചോദിച്ചാലോ? 1000. ഓക്കെ ആണല്ലോ. എത്ര സംഖ്യ ചോദിക്കണോ അതായിരിക്കും. ഈ ശ്രേണി ഇങ്ങനെ പോണ കാരണം 1 2 3 എക്സെട്രാ. ഓക്കെ, കിട്ടിയല്ല. ഇനി അടുത്ത് നോക്കാം നമുക്ക്. വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് 100 ഇൻ ദി അരിത്മെറ്റിക് സീക്വൻസ് 2 4 6 എക്സെട്രാ. ഓക്കെ, അതായത് 2 4 6 എങ്ങനെ പോണ എന്ന സമാന്തര ശ്രേണിയിലെ എത്രാം പദമാണ് 100? അതായത് പൊസിഷൻ കണ്ടുപിടിക്കാൻ എത്രാമത്തെ ടൈമാണ് 100. ഓക്കെ, അപ്പൊ ഞാൻ പറയാ, ഇങ്ങനെ പോകുന്നുണ്ട് 2 ബി ചോദ്യമാണ് പറയുന്നത് കേട്ടാ. 2 4 6 ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടാ. അപ്പൊ 100 വരുന്നതേ എത്രാമതാണെന്ന് ഞാൻ പറയട്ടെ. ഒന്നാമത്തെ ടൈം 2, രണ്ടാമത്തെ ടൈം 4, മൂന്നാമത്തെ ടൈം 6. ഇങ്ങനെ പോകുമ്പോ 100 വരുന്നത് എത്രാമത്തെ ആയിരിക്കും? ഒന്ന് ആലോചിച്ചാൽ കിട്ടുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 100 ഇങ്ങനെ പോകുമ്പോ കിട്ടുമോ? ആലോചിച്ച് നോക്കാം. ജസ്റ്റ് ഒന്നും കൂടി ആലോചിക്കാൻ കഴിവുള്ളവർ അങ്ങനെ ആലോചിച്ച് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ആലോചിക്കാതെ? ഇപ്പൊ ഞാൻ പറയാം, 10 വരുന്നത് എത്രാമതായിരിക്കും? 10 വരുന്നത് എത്രാമത്തെ ടൈം ആയിരിക്കും പറയാൻ പറ്റുമോ? 6 8 10 കണ്ട 5ാമത്തെ അല്ലേ 10 വരുന്നത്? പകുതി അല്ലേ ആവണത്? 100 വരുന്നത് എത്രാമത്തെ ആയിരിക്കും? 50ാമത്തെ ടൈമാണ്. ഓക്കെ, അതായത് 50ാമത്തെ പൊസിഷനിലാണ് 100 കിടക്കുന്നത്. ഇങ്ങനെ എഴുതി കൊടുക്കുമ്പോ 50ാമത്തെ ആളാണ് 100. ഓക്കെ, ഇങ്ങനെ ആലോചിക്കാൻ പറ്റുന്നവരെ ആലോചിക്കുക. അല്ലാത്തവരും എന്ത് ചെയ്യാം? ഇക്വേഷൻ വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ വെച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് ഒന്ന് നോക്കാം. എന്താണ്? nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലെ 100 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഇതാണ് ഇക്വേഷൻ. എന്താണ്? dn പ്ലസ് f മൈനസ് d എന്നുള്ള ഇക്വേഷനിൽ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഈക്വൽ ടു 100 കൊടുക്കുക. അതായത് ലാസ്റ്റ് ടൈം ഈക്വൽ ടു 100 എന്നാണ് ലാസ്റ്റ് ടൈം. എന്നിട്ട് n കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ അതിന്റെ പൊസിഷൻ. ഓക്കെ, എന്ന് വെച്ചാൽ അതിന്റെ പൊസിഷൻ ആണ്. അപ്പൊ എന്നെ കണ്ടുപിടിക്കാനായിട്ട് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് ടേംസ് ആണല്ലോ xn മൈനസ് x1/d പ്ലസ് 1 ചെയ്യാം. എങ്ങനെയാണ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കൊടുക്കുമ്പോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്? d എന്ന് പറഞ്ഞാല് ഇപ്പൊ ആലോചിച്ചപ്പോ നമുക്ക് 50 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉത്തരം കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അല്ലാത്തവർക്ക് അങ്ങനെ ആലോചിച്ച് കിട്ടാത്തവർക്ക് 100ന്റെ പൊസിഷൻ എന്ന് വെച്ചാൽ 50 ആണ്. അത് കിട്ടിയിട്ടുണ്ട്. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ.
ആൽജിബ്രായിക് ഫോം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. അപ്പൊ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഡി അറിയാം, ഡി എത്രയാണ് ഈ സീക്വൻസിലാ 2 4 6 ഇങ്ങനെയല്ലേ പോണത്. അപ്പൊ ഡി എത്രയാണ് വ്യത്യാസം? 2 ആണ്. ഓക്കെ, 2 അല്ലേ വ്യത്യാസം. മുന്നിലുള്ള തൊട്ട് പുറകിൽ കുറച്ച് 2 കിട്ടി. എന്നെ അതുപോലെ തന്നെ എഴുതി പ്ലസ് എഫ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം 2 മൈനസ് ഡി എന്ന് വെച്ചാൽ 2, അതാണ് 100 അല്ലെ. nth ടേമിന്റെ ഇക്വേഷനിലാണ് 100 കൊടുത്തിട്ടുള്ളത്. ഇനി എന്താ ഈ 2n പ്ലസ് 2 മൈനസ് 2 0 ആയല്ല, ഈക്വൽ ടു 100. 0 എഴുതണ്ടായ അത് തന്നെ ഈക്വൽ ടു 100 എഴുതി വെച്ച്. ഇനി എന്താ ഈ എന്നിന്റെ മാത്രം അവിടെ നിർത്താൻ 2 അങ്ങോട്ട് ഉണ്ടാവും. അപ്പൊ എന്താവും? n ഈക്വൽ ടു 100/2. അപ്പൊ 50 കിട്ടി. അതായത് 50th പൊസിഷനിലാണ് 100 കിടക്കുന്നത്. ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആലോചിച്ച് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണേ. അപ്പൊ 50ാമത് ഇങ്ങനെ എഴുതുമ്പോ 50ാമത് കിടക്കുന്ന സംഖ്യ 100 ആയിരിക്കും, 5ാമത് കിടക്കുന്നത് 10 ആയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. എടാ, നമുക്ക് ആലോചിച്ചാലും കിട്ടും. നിങ്ങൾ നല്ല രീതിയിൽ ആലോചിക്കാൻ കഴിവുണ്ടെങ്കിൽ അങ്ങനെ ആലോചിച്ചെടുക്കാം. ഇങ്ങനെ 1 മാർക്കാണ് ആകെ ക്വസ്റ്റ്യൻ ഉള്ളത്. ടോട്ടൽ 2 മാർക്കാണ്. അപ്പൊ കുറെ നേരം കളയരുത്. ഇരുന്നാൽ കുറെ നേരം പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അറിയുന്നവർക്ക് ഈ ഇക്വേഷൻ വെച്ചും അത് ചെയ്യാം. xn മൈനസ് x1/d+1 എന്നുള്ള ഇക്വേഷൻ അറിയാമെങ്കിൽ അത് വെച്ച് ചെയ്യാം. n കണ്ടുപിടിക്കാൻ x എന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം 100 കൊടുക്കാം, x1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം 2 കൊടുക്കാം, d എന്ന് വെച്ചാൽ പൊതു വ്യത്യാസം കോമൺ ഡിഫറൻസ് 2 കൊടുക്കാം, +1. ഇത് കൊടുത്താൽ എന്ത് കിട്ടും? 50 തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ അതിലൊന്ന് കൊടുത്ത് ചെയ്ത് നോക്കാം. അറിയാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്യാം, അല്ലെങ്കിൽ ആലോചിക്കാം. ഏതെങ്കിലും മെത്തേഡ് ചെയ്യാം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ പറയണത് കുറച്ച് സ്പീഡാണ്. അപ്പോൾ ഓൾറെഡി അപ്പോൾ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി തന്നെ പോകണം. 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വീഡിയോ മനസ്സിലായതല്ലെങ്കിൽ ഒരു തവണ കൂടി കണ്ടു നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും മനസ്സിലാവും. അപ്പൊ നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 3ാമത്തെ ക്വസ്റ്റ്യൻ എത്തി. 3ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1 മൈനസ് 1/2. ഇത് 2022 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എ ചോദ്യത്തിന് 1 മാർക്ക്, ബി ചോദ്യത്തിന് 2 മാർക്ക്. ഇങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1 മൈനസ് 1/2? സിമ്പിൾ ആണ്. 1 അര കുറച്ചാൽ എത്രയാണ്? എ ചോദ്യത്തിന് അപ്പൊ തന്നെ അങ്ങനെ എഴുതിയേക്കാ. 1 അര കുറച്ചാൽ എത്രയാണ് കിട്ടിയത്? അര അല്ലേ. 1 അര കുറയ്ക്കാണ്, ഹാഫ് ആണ് ഈ കാണുന്നത് അല്ലേ. ഹാഫ് കുറച്ചാൽ എത്രയാണ്? 1/2. ഏ ചോദ്യത്തിന് ആൻസർ കിട്ടി, 1 മാർക്ക് കിട്ടി. 1/2 അത്ര എഴുതിയാൽ മതി. ഓക്കെ, 1 മാർക്ക് ഷുവർ മാർക്കാണ് അത്. അപ്പൊ അതൊന്നും കൊണ്ട് കളയരുത്. ഇങ്ങനത്തെ സിമ്പിൾ ആണ്. ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെയ്യാൻ പറ്റും. ഇതൊരു ബന്ധമില്ല, അതൊരു ഒന്നും അറിയാതെ പോണ കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ബി ചോദ്യം നോക്കിയേ. ഈസ് ദി സീക്വൻസ് 1/1 1/2 1/3 എന്നാണ് സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പർ ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് ജസ്റ്റിഫൈ. ഓക്കെ, ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അതായത് ഇങ്ങനെ എഴുതണം, സമാന്തര ശ്രേണിയാണോ എന്ന്. എന്താണ് ഇത്? എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ ശ്രേണിയാണ് ഈ കാണുന്നത്. അതാണ് ഈ ബ്രാക്കറ്റ് എഴുതിയിട്ടുള്ളത് കേട്ടോ. എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമം എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ബി ചോദ്യത്തിൽ പറയുന്നതാണ് നാച്ചുറൽ നമ്പർ അറിയാം നമുക്ക്. 1 2 3 4. ഓക്കെ ആണല്ല. ഇതിന്റെ വ്യുൽക്രമം റെസിപ്രോക്കൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു നമ്പർ ഞാൻ എഴുതി 5. ഇതിന്റെ റെസിപ്രോക്കൽ എത്രയായിരിക്കും? റെസിപ്രോക്കൽ എത്രയായിരിക്കും? 1/5 ആയിരിക്കും. കണ്ടാ, 5ന്റെ റെസിപ്രോക്കൽ 1/5 ആണ്. ഓക്കെ ആണല്ലോ. 10 എഴുതിയെങ്കിലോ റെസിപ്രോക്കൽ എത്രയായിരിക്കും? 1/10 ആണ്. ഇതാണ് നാച്ചുറൽ നമ്പറുകൾ. ഇതിന്റെയൊക്കെ റെസിപ്രോക്കൽ എഴുതണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എഴുതാം. 1/1 അല്ലെങ്കിൽ 1/2 1/3 1/4. ഇതൊക്കെ അല്ലേ റെസിപ്രോക്കൽ വരാ. അപ്പൊ ഇതാണ് ഈ സീക്വൻസ് എഴുതിയിട്ടുള്ളത്. നോക്കിയേ, 1 1/2 1/3 1/4. കണ്ടാ, സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പർ. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല, ചിലപ്പോൾ അത് യോജിക്കുള്ള ബ്രാക്കറ്റ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റണം കേട്ടാ. നാച്ചുറൽ നമ്പർ സാധാ 1 2 3 4 എണ്ണൽ സംഖ്യ അങ്ങനെ എഴുതി പോകും. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/8 എഴുതണം. ഓക്കെ, ക്ലിയർ ആയിരിക്കും. ചോദ്യമല്ല, എന്തായാലും ചോദ്യം ഇത് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? കണ്ടു തോന്നണ്ട. എന്ത് ചെയ്യണം? അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? മുന്നിലുള്ള തൊട്ട് പുറകിലെ കുറയ്ക്കണം. ഒരേപോലെയാണ് കിട്ടണമെങ്കിൽ, അതായത് കോമൺ ഡിഫറൻസ് സെയിം ആണ് കിട്ടണമെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. കോമൺ ഡിഫറൻസ് സെയിം അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കില്ല. ഓക്കെ, നമുക്ക് കുറച്ച് നോക്കാം. എന്തിന്ന് കുറയ്ക്കാം? ഇപ്പൊ മുന്നിലുള്ള തൊട്ട് പുറകിൽ കുറയ്ക്കണോട്ടാ. അല്ലാതെ ഇതിന്ന് അങ്ങടെ അല്ല കുറയ്ക്കേണ്ടത്, മുന്നിലുള്ള തൊട്ട് പുറകിൽ കുറയ്ക്കാം. ഇപ്പൊ ഞാനിപ്പോ ചെയ്യണേ 1/2 ഡിഫറൻസ് 1/2 മൈനസ് 1 കുറച്ച് 1 എങ്ങനെ കുറയ്ക്കാം? അപ്പൊ 1/1 എന്ന് എഴുതിക്കോ. എല്ലാത്തിന്റെ അടിയിൽ 1 എഴുതാലാ. എല്ലാരും പറഞ്ഞ അടിയിൽ 1 എഴുതാനും അതുകൊണ്ട് അപ്പൊ 1 എഴുതി വെച്ച് കേട്ടാ. അപ്പൊ അടിയിൽ 1 ഉണ്ട്, ഇങ്ങനെ എഴുതി വെച്ച്. അപ്പൊ എങ്ങനെയാണ് കുറയ്ക്കുക? ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ഉണ്ട് അല്ലെ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയോ? കുറെ കുട്ടികൾക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. അപ്പൊ എങ്ങനെയാണ് ചെയ്യണം? കറക്റ്റ് ആയിട്ട് നോക്കിയിരിക്കുക. അറിയുന്ന ആൾക്കാർ വേഗം ചെയ്ത് പോവാട്ടാ. അതേപോലെ നോക്കിയേ, ആദ്യം ഇതും ക്രോസ് ചെയ്യാം. 1/1 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്തിനാണ് 1/1 എന്ന് വെച്ചാൽ 1. നടുക്കത്തെ ചിഹ്നം എന്താണ്? മൈനസ് അല്ലേ. നടുക്കത്തെ ചിഹ്നം മൈനസ് ആയ മൈനസ് ചിഹ്നം എഴുതി. ഞാൻ അടുത്തത് ഇത് ക്രോസ് ചെയ്യാം. 1/2 2 1/2 ഇത് ഗുണിച്ച് ഇത് ഗുണിച്ച് ഡിവൈഡഡ് ബൈ അടിയത്തെ ഗുണിക്കാം. 2/1 2. ഓക്കെ, അപ്പൊ എന്താണ് നോക്കിയേ? 1 മൈനസ് 2/2. 1 മൈനസ് 2 എത്രയാണ്? -1 ആണ്. -1/2 കിട്ടി. 1 എന്നാണ് 2 കുറച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് -1/2. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഞാൻ അടുത്ത് നോക്കാം.
ഇതിൽ നിന്ന് കുറയ്ക്കാം അല്ലെ, ഒരെണ്ണം കുറച്ച്. അപ്പൊ നമുക്ക് -1/2 ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? -1/2. അടുത്ത തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ഏതൊക്കെ തമ്മിലുള്ളതാണ്? 1/3 1/2 കുറയ്ക്കാം അല്ലെ. മുന്നിലുള്ള തൊട്ട് പുറകിലാണ് കുറയ്ക്കേണ്ടത്. 1/3 1/3 -1/2 ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് ക്രോസ് ചെയ്യാം. ആദ്യം ഇതും ഗുണിക്കാം. 1 × 2 2, നടുക്കത്തെ ചിഹ്നം എഴുതാം മൈനസ്. ഓക്കെ, അടുത്ത ഇതും ഗുണിക്കാം. 1 × 3 3 ഡിവൈഡഡ് ബൈ ഞാൻ ഇത് തമ്മിൽ ഗുണിക്കാം. 2 × 3 6. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? -1/6 കിട്ടി. നോക്കാം. അപ്പൊ ഇതാണ് സെയിം ആണോ ഡിഫറൻസ്? ആദ്യത്തെ രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് -1/2, അടുത്ത രണ്ട് ടൈമുകൾ തമ്മിലുള്ള ഡിഫറൻസ് -1/6 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഇത് അരിത്തമെറ്റിക് സീക്വൻസിലാണോ? അല്ല. എന്താണ് ഡിഫറൻസ്? സെയിം അല്ല, വ്യത്യാസം സെയിം അല്ല. അതുകൊണ്ട് എന്താണ് ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എഴുതാം. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കണേ. 2 ചോദ്യമായി നമ്മൾ എഴുതിയാണ്. അപ്പം ചോദ്യം നോക്കാം, എന്താണ് ചെയ്തത് നോക്കാം, കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കാം. സിമ്പിൾ ചോദ്യങ്ങളായിരിക്കും. ഇങ്ങനെ ക്രോസ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്ത് കുറയ്ക്കാനൊക്കെ അറിഞ്ഞാൽ എന്താണ് കറക്റ്റ് ആയിട്ട് അതിന്റെ 2 എത്ര മാർക്കാണ്? 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. 3 മാർക്കാണ് നമുക്ക് കിട്ടാൻ പോണത്. 3 മാർക്ക് ഫുള്ള് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അപ്പൊ നമ്മുടെ ഓണം എക്സാമിന് 34 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് കേട്ടോ. ഓണം എക്സാമിന് അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് മാത്രം 34 മാർക്കിന് ചോദിച്ചിരുന്നു. അപ്പൊ ജയിക്കാനും അതിൽ കൂടുതൽ മാർക്ക് കിട്ടാൻ എന്തായാലും അത് പഠിച്ചാൽ മതി. A+ കിട്ടുന്ന കുട്ടി എന്തായാലും അത് പഠിക്കണം. ഓക്കെ, അപ്പോ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്, വിട്ട് പഠിക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 3 കഴിഞ്ഞുണ്ടല്ലേ. നമ്മുടെ അടുത്ത ചോദ്യം കേട്ടാ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ ഫസ്റ്റ് ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ 10th നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും 9th ചോദ്യങ്ങൾ ഉണ്ടാവും. 9th ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ കിടക്കുന്നത്. 9th പഠിച്ചിട്ടായിരിക്കുമല്ലോ 10th എത്തിയിട്ടുണ്ടാവുക. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഇതിനെ പറ്റി ഒന്നും അതിനകത്ത് കാര്യമായിട്ടൊന്നും പറയണില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ല. പക്ഷെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു, ഓണം എക്സാമിന്റെ പേപ്പറിൽ എന്തായാലും ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്തായാലും ബേസിക്സ് ആണ്, ബേസിക് കാര്യങ്ങളാണ്, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ നോക്കിയാലോ, എന്താണ് 2√3 + √3 2√3 + √3 എത്രയാ? അതാ ചോദിച്ചോ. എത്രയായിരിക്കും? 2√3 + √3. ആലോചിച്ച് നോക്കി. റൂട്ടിന്റെ ഉള്ളിൽ ഒരേപോലത്തെ സാധനങ്ങളൊന്നും ആഡ് ചെയ്യാൻ പറ്റും. ഇതൊന്ന് ഓർത്ത് വെച്ചോട്ടാ. റൂട്ടിന്റെ ഉള്ളിൽ ഒരേപോലെ ആണെങ്കിൽ കൂട്ടാം. അപ്പൊ 2√3 + √3 എത്രയാണ്? വേണമെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. 2x + x എത്രയാണ്? 3x എഴുതാലോ. എക്സിന് വരെ √3 ആണെന്ന് ആലോചിച്ചാൽ മതി. ഇപ്പൊ 2√3 ഒരു √3 കൂടി എത്രയായി? ആൻസർ എത്രയാണ്? ചോദ്യത്തിന് ആൻസർ കിട്ടിയത് എത്രയാണ്? 3√3 അല്ലെ. 2√3 + √3 3√3. ഓക്കെ, കിട്ടി. റൈറ്റ് ദി അടുത്ത ചോദ്യം. റൈറ്റ് ദി ഫോർത്ത് ടേം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 1, 1 + √3, 1 + 2√3, അടുത്ത എത്രയായിരിക്കും? അടുത്ത സീക്വൻസ് അടുത്ത എത്രയായിരിക്കും? എത്ര വെച്ചാണ് കൂടുന്നത്? √3 വെച്ചല്ലേ ഇങ്ങനെ കൂടി പോണത് നോക്കി അല്ലേ. 1ന്റെ കൂടെ √3 കൂട്ടിയപ്പോ 1 + √3 കിട്ടി. പിന്നെ ഈ 1 + √3 കൂടെ പിന്നെ √3 കൂടിയപ്പോഴാണ് 1 + 2√3 ആയത്. അടുത്ത എത്രയായിരിക്കും? എല്ലാവർക്കും എഴുതാൻ പറ്റും അല്ലെ. സാധാരണ ഒരു ലോജിക്കുള്ള കുട്ടിക്കൊക്കെ എഴുതാൻ പറ്റും. എത്രയായിരിക്കും? ബി ചോദ്യം 1 + 3√3 ആയിരിക്കും അല്ലെ. 2√3 വരെ അവിടെ ഉണ്ട്. 1ന്റെ കൂടെ പിന്നെ കൂട്ടിയായിരുന്നു √3 കൂട്ടി. അപ്പൊ എത്രയാണ്? 1 + 2√3 കൂടെ പിന്നെ √3 കിട്ടി. അപ്പൊ എത്രയാണ്? 1 + 3√3. ഓക്കെ, ക്ലിയർ ആയിരിക്കണം കേട്ടോ. Write the common difference of this arithmetic sequence. സിമ്പിൾ ചോദ്യം അല്ലേ. കോമൺ ഡിഫറൻസ് എഴുതാൻ എന്താണ് ചെയ്യേണ്ടത്? മുന്നിലുള്ള എന്തൊട്ട് പുറകിൽ ഓർച്ചോ. 1 + √3 1 ഓർച്ചളയാ. 1 + √3 1 ഓർച്ചളഞ്ഞ എത്രയാണ് ഉത്തരം? 1 പോയി. എത്രയായിരിക്കും ബാക്കി ഉണ്ടാവുക? √3 മാത്രല്ലേ. സി ചോദ്യം √3 മാത്രം. ഓക്കെ, എന്ത് സിമ്പിൾ ആയിരുന്നല്ലേ. നോക്കിയേ എത്ര മാർക്ക് ചോദ്യം നോക്കിയേ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 3 മാർക്കിന് നമ്മുടെ പ്രീവിയസ് ഇയർ ചോദ്യം. അപ്പൊ നമ്മുടെ പേപ്പറിൽ കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ കൊല്ലം കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. റൂട്ട് ഉള്ള സാധനങ്ങൾ ഒരേപോലെ സാധനങ്ങളാണെങ്കിൽ കൂട്ടാൻ പറ്റും. ഓർത്ത് വയ്ക്കുക, ഒരേപോലത്തെ ആണെങ്കിൽ കൂട്ടാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ √3 √2 തമ്മിൽ കൂട്ടാൻ പാടില്ല. √3 √2 കൂട്ടാൻ പാടില്ല. ഓക്കെ, √3 കൂടെ കൂട്ടാം. √2 കൂടെ കൂട്ടാം. ഇത് രണ്ടും വേറെ സാധനങ്ങളാണ് റൂട്ടിനുള്ളിൽ വന്നിട്ടുള്ളത്. അപ്പൊ അത് കൂട്ടാൻ പാടില്ല. ഓക്കെ, പക്ഷെ ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണെങ്കിലോ √3 നോക്കാം. √3 × √2 ആണെങ്കിലോ ആലോചിക്കേ √6 എന്ന് എഴുതാൻ പറ്റും. 2 × 3 എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഓക്കെ, പക്ഷെ ഇത് കൂട്ടി വയ്ക്കാൻ പാടില്ല. ഓർമ്മ ഉണ്ടാവണം കേട്ടോ. റൂട്ടിന്റെ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവണം. പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഇതിന് മുന്നത്തെ കൊല്ലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കി. നിങ്ങൾക്ക് എന്റെ ഒപ്പം ചെയ്ത് പോകണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 15, 14, 13 എക്സെട്ര. ഓക്കെ, ചോദ്യം നോക്കാം. 15, 14, 13 എക്സെട്ര എന്ന സമാന്തരത്തിന്റെ പൊതുവ്യത്യാസം എത്രയാണ്? ഇതിന്റെ പൊതുവ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. പൊതുവ്യത്യാസം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് D = ചോദ്യം D = എത്രയാണ്? മുന്നിലുള്ള എന്നാണ് തൊട്ട് പുറകിൽ ഓർക്കേണ്ടത്. തെറ്റരുത്. മുന്നിലുള്ള ടീമിൽ നിന്ന് തൊട്ട് പുറകിലെ കുറച്ചാൽ കിട്ടണമാണ് കോമൺ ഡിഫറൻസ് അല്ലെ. അപ്പൊ മുന്നിൽ 14 ആണ്. 14 ന്ന് 15 ഓർക്കേണ്ടത്. അല്ലാതെ 13 മുന്നിലുള്ള തൊട്ട് പുറകില അല്ലെ. 15 കുറച്ചപ്പോ -1 ചെറുതിന് വലുത് കുറച്ചാൽ മൈനസ് ആയിരിക്കും.
മൈനസ് ആയിരിക്കും. -1 കിട്ടി. ആൻസർ കിട്ടി. ആ ചോദ്യത്തിന് ആൻസർ കഴിഞ്ഞ്. ഫൈൻഡ് ദി 15th ടേം ഓഫ് ദി സീക്വൻസ്. 15th ടേം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ 15th ടേം കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ഇക്വേഷൻ? ബി ചോദ്യം നോക്കാം. 15th ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം ആലോചിക്കുക. x = dn + f - d ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? ഓക്കെ, ഇതാണ് ഇക്വേഷൻ അല്ലേ? 10th ടേം ചോദിച്ചാൽ 100th ടേം ചോദിച്ചാൽ 10th ടേം ചോദിച്ചാൽ ഒക്കെ ഉള്ള nth ടേം ആണുള്ള ഇക്വേഷൻ ആണ് dn + f - d. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ d അറിയോ നോക്കാം. d എത്രയാണ്? അറിയണ കാര്യങ്ങൾ എടുത്ത് എഴുതാം കേട്ടോ. d അറിയാം. d എത്രയാണ്? വ്യത്യാസം -1 ആണ്. n എത്രയാണ്? n എന്ന് വെച്ചാല് എത്രാമത്തെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്? 15th ടൈം അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ n എത്രയായിരിക്കും? 15 ആയിരിക്കും. n 15. ഓക്കെ, f എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം അറിയോ? ഫസ്റ്റ് ടൈം അറിയാലോ. 15 ആണ് ഫസ്റ്റ് കിടക്കുന്നത്. 15 അല്ലേ? 15 സ്റ്റാർട്ട് ചെയ്യണത്. ആദ്യം അത് അറിയാം. f = 15. ഇത് കൊടുക്കണ്ട, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ അവിടെ കൊടുക്കാം. എന്തെടുത്താ? xn = അതായത് x 15 = 15th ടൈം അല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n 50 കൊടുത്തു. x 15 = എന്താണ്? d എത്രയാണ്? -1 ഇൻറ്റു n എത്രയാണ്? ഇൻറ്റു n എത്രയാണ്? n 15 പ്ലസ് f എന്ന് വെച്ചാൽ എത്രയാണ്? ഫസ്റ്റ് ടൈം എത്രയാണ്? ഫസ്റ്റ് ടൈം എത്രയായിരുന്നു? ഫസ്റ്റ് ടൈം 15 f മൈനസ് d എത്രയാണ്? d എന്ന് വെച്ചാൽ -1. നോക്ക്, ഇവിടെ രണ്ട് മൈനസുകൾ അടുത്തടുത്ത് വരാനുണ്ട് കേട്ടോ. ഇക്വേഷനിലെ മൈനസ് ആണ് ഒരെണ്ണം എഴുതിയിട്ടുള്ളത്. പിന്നെ d എന്നുള്ളത് -1 ആയിരുന്നു, അത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ x 15 = ഇങ്ങനെ എഴുതി വെച്ചു. അപ്പൊ ആദ്യം നോക്കിയേ, -1 × 15. തെറ്റിക്കരുത്, ഒരു നെഗറ്റീവ് നമ്പറും ഒരു പോസിറ്റീവ് നമ്പറാണ് ഗുണിക്കാനുള്ളത്. ഇതിൽ നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത് -1 നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത് -1 പോസിറ്റീവ് എന്ന് പറയുന്നത് 15 ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഗുണിക്കുമ്പോൾ എന്തായിരിക്കും? ഒരു നെഗറ്റീവും പോസിറ്റീവും ഗുണിച്ച് ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും? ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. 15 × 1 15. പക്ഷെ നെഗറ്റീവ് 15 ആണ് കിട്ടാ അല്ലേ? നെഗറ്റീവ് 15 ആണ് കിട്ടാ. ഓക്കെ, -15 എഴുതി. ഓക്കെ, പ്ലസ് ഇവിടെ എന്താ വരാ? ബാക്കി എന്താ വരാ? പ്ലസ് എഴുതി. ബാക്കി 15 -1 എത്രയാണ്? 2 നെഗറ്റീവ് അടുത്തടുത്ത് വന്നു. അപ്പൊ എന്തായത്? പ്ലസ് ആയി. 2 നെഗറ്റീവ് അടുത്തടുത്ത് വന്നാൽ പ്ലസ് ആവും. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? 15 + 1 16 ആയി അല്ലെ? 16. അപ്പൊ എത്രയാണ്? ഒരു നെഗറ്റീവ് 15 + 16 ആണ് നടക്കുന്നത് അല്ലെ? -15 + 16. ഓക്കെ, അപ്പൊ എന്താണ് ഇത് ചെയ്യാ? ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് മാത്രമാണെങ്കിൽ എന്താ ചെയ്യാ? ഓർമ്മയുണ്ടോ? നോക്കിയേ, എന്താ ചെയ്യണ്ടേ? വലിയ സംഖ്യന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം. ഓക്കെ, ഒന്നുകൂടി പറയാ. വലിയ സംഖ്യന്ന് ചെറിയ സംഖ്യ മൈനസ് ചെയ്യാം. എന്നിട്ട് എന്താണ് കിട്ടുന്ന ഉത്തരത്തിന്? എന്തിട്ട് കൊടുക്കണം? വലിയ സംഖ്യയുടെ സൈൻ ഇട്ട് കൊടുക്കണം. ഓക്കെ, കിട്ടിയത് കഴിക്കണോ? അപ്പൊ എന്ത് ചെയ്യാ? 16 ആണ് വലുത്. 16 ന്ന് 15 കുറച്ചപ്പോ 1 കിട്ടി. 16 സൈൻ ഇട്ട് കൊടുക്കുക. +1. ഓക്കെ, അതായത് എന്താണ്? 15th ടേം എത്ര കിട്ടി? 1 കിട്ടി. എടാ, 15th ടേം 1 ആണ് കിട്ടിയത്. അപ്പൊ ഇത് ചെറുതായി പോണല്ലേ? ആലോചിച്ചാൽ കിട്ടും നിങ്ങൾക്ക്. 15 ആണ് തുടങ്ങുന്നത്. പിന്നെ ഇങ്ങനെ ചെറുതായി പോയിട്ട് 15th ടേം എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്നിട്ട് അത് കിട്ടി കഴിഞ്ഞല്ലേ? എന്താണ് അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 31 ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 15, 14 etc. ഓക്കെ, എന്താണ് ചോദ്യം? ആദ്യത്തെ 31 പദങ്ങളിൽ നിന്ന് സംബന്ധിച്ച് ആദ്യം 31 പദങ്ങളുടെ തുക കണക്കാക്കുക. ഓക്കെ, 31 പദങ്ങളുടെ തുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, കുറെ കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ആലോചിക്കുക? 31 പദങ്ങളല്ലേ ഉള്ളത്. ഒരു കാര്യം ആലോചിച്ച് നോക്കി, 31 ഉണ്ടെങ്കിൽ സം ഇൻഡിക്കേഷൻ കൊടുക്കുക. n/2 × x1 + xn കൊടുക്കുക. സം ഇൻഡിക്കേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. n/2 × x1 + xn കൊടുക്കുക അല്ലെ? 31 ടൈം കണ്ടുപിടിക്കുക. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? വേറെ വല്ല വഴിയിൽ നമുക്ക് മിഡിൽ ടേം × നമ്പർ ഓഫ് ടേം ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? നോക്കി ഒന്നാലോചിച്ച് നോക്കി നിങ്ങൾ. അത് ഞാൻ പറയാം. 31 ടേമുകൾ ഇവിടെ നേരത്തെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ശരിക്കും ആലോചിക്കണം കേട്ടോ. ഐക്യേഷൻ കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ കൊടുത്തോ. അല്ലെങ്കിൽ 31 നേരത്തെ എഴുതിയിട്ടുണ്ട്. 31 ടേമുകൾ ഇങ്ങനെ നേരത്തെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1 കൂട്ടിയിട്ട് പകുതിയാക്കും അല്ലെ ചെയ്യാ? നോക്കി, 3 സംഖ്യകളുണ്ടെന്ന് വിചാരിക്കാം. 3 സംഖ്യകളുണ്ട്. അതിന് നടുക്കത്തെ സംഖ്യ എത്ര ആയിരിക്കും? രണ്ടാമത്തെ സംഖ്യയിലെ നടക്കുന്നത് 3 ഉണ്ടെങ്കിൽ 1 കൂട്ടാം. 4 2 കണ്ട രണ്ടാമത്തെ ആള് നടക്കുന്നില്ലേ? അപ്പൊ 31 ഉണ്ടെങ്കിൽ ജസ്റ്റ് ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഈ കണക്കിൽ ആലോചിക്കേണ്ട കാര്യമാണ്. ഈ കണക്കിൽ 2-3 ടൈപ്പ് ചെയ്യാൻ പറ്റും. അതിലൊരു വഴിയാണ് ഞാൻ പറയുന്നത്. ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. 31 ഉണ്ടെങ്കിൽ 16ാമത്തെ ആളായിരിക്കും മിഡിൽ ടേം. നമ്മൾ ഒരു കേസ് പഠിച്ചില്ലേ? സം ഈക്വൽ ടു എന്താണ് പഠിച്ചിട്ടുള്ളത്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം എന്ന് പറഞ്ഞാൽ പഠിച്ചില്ലേ? നമ്പർ ഓഫ് ടേം. അപ്പൊ ചോദിച്ചിട്ടുള്ളത് 31 സമ്മാനം പിടിക്കാണ് ചോദിച്ചിട്ടുള്ളത്. 31 ടേമിന്റെ സമ്മാനം ചോദിച്ചിട്ടുള്ളത്. 31 നേരത്തെ എഴുതിയിട്ടുണ്ട്. നടുക്കത്തിട്ടാൻ 31ന്റെ കൂടെ 1 കൂട്ടാം. 32 16ാമത്തെ ആളാണ് നടുക്കുള്ളത്. 16 അല്ല നടുക്കുള്ളത്, 16ാമത്തെ ആളാണ് നടുക്കുള്ളത്. അയാൾ എത്രയാണ്? 16ാമത്തെ ആൾ എത്രയാണ്? എങ്ങനെയാണ്? 16th ടേം എത്രയാണ്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം. മധ്യപദം ഇൻറ്റു പദം കണ്ട എണ്ണം പഠിച്ചിട്ടുണ്ടല്ലേ? 16ാമത്തെ ആൾ എത്രയാണ്? നോക്കിയേ, ഇവിടെ നോക്കിയാൽ കിട്ടും. 15ാമത്തെ ആളാണ് 1. 16ാമത്തെ ആൾ എത്രയായിരിക്കും? ചെറുതായല്ലേ പോണത്. 16ാമത്തെ ആൾ എത്രയായിരിക്കും? 16th ടേം എത്രയായിരിക്കും? 16th ടേം എത്രയായിരിക്കും? 0 ആയിരിക്കും.
15ാമത്തെ ആള് 1, 16ാമത്തെ ആള് 0, 17ാമത്തെ ആള് -1. ഇങ്ങനെയാണ് പോവാ സീക്വൻസ്. ചെറുതായാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ 16th 0 കിട്ടി. അപ്പൊ എന്താണ് സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നോക്കാം. സം ഓഫ് 31 ടേംസ് ഈക്വൽ ടു 31 പദങ്ങളുടെ തുക ഈക്വൽ ടു മിഡിൽ ടേം എന്ന് വെച്ചാൽ 16ാമത്തെ ആള് നമ്മൾ കണ്ടുപിടിച്ചില്ലേ 0 ഇൻറ്റു നമ്പർ ഓഫ് ടേം. എത്ര ഉണ്ട്? 31 ഉണ്ട് അല്ലെ. 31 ഉണ്ടാവില്ല. 0ത്തിന് ഏതൊക്കെയാണ് വിളിച്ചാലും 0 തന്നെ ആയിരിക്കും. അപ്പൊ 31 ടേമിന്റെ സം എത്രയാണ്? 0. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഉത്തരം കിട്ടുമ്പോൾ ഡൗട്ട് ഉണ്ടാവും, എങ്ങനെ എല്ലാം കൂടി കൂട്ടിയാൽ 0 ആവുന്ന ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ശരിക്കും ആലോചിച്ച് നോക്കിയേ, എങ്ങനെയാണ് ഈ സീക്വൻസ് പോണത്? 15, 14, 13 എങ്ങനെയാണ് പോണത്? 15, 14, 13 എങ്ങനെ പോയിട്ട് നെഗറ്റീവിലും കയറും. -1, -2, -3 എങ്ങനെ പോകും? ഓക്കെ, 31 എടുത്തുമ്പോ അപ്പൊ നെഗറ്റീവും പോസിറ്റീവും കൂടി വരുമ്പോ രണ്ടും കൂടി ക്യാൻസൽ ആയിട്ട് 0 കിട്ടും. അതാണ് സംഭവം. ഓക്കെ, 31 സം എത്ര കിട്ടി? 0 കിട്ടി. ഓക്കെ, ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവരൊന്നും കൂടി കാണാം. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ മറ്റേ ഇക്വേഷൻ വെച്ച് ചെയ്യാം. നമ്മുടെ സം ഇൻഡിക്കേഷനിൽ കൊടുക്കുക. x1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം 15 കൊടുക്കുക. x എന്ന് വെച്ചാൽ 31ാമത്തെ ടൈം കണ്ടുപിടിച്ചിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് 31 അല്ല കൊടുക്കേണ്ടത്. ലാസ്റ്റ് ടൈം 31ാമത്തെ ടൈം എത്രയാണോ അത് കണ്ടുപിടിക്കുക. dn + f - d വെച്ചിട്ട് അതുകൂടെ കൊടുക്കാം. അങ്ങനെ എഴുതണമെങ്കിൽ n എന്ന് വെച്ചാൽ 31 കൊടുക്കാം. ഓക്കെ, അങ്ങനെ ചെയ്താലും എന്ത് കിട്ടും? 0 തന്നെ കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കാം. കറക്റ്റ് ആയിട്ട് മനസ്സിലാവാണെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടാ. ഓക്കെ, ഈ രീതിയിൽ 0 കിട്ടി. ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. സം ഈക്വൽ ടു മിഡിൽ ടേമിന്റെ നമ്പർ ഓഫ് ടൈം ആണ്. മിഡിൽ ടൈം 0, നമ്പർ ഓഫ് ടൈം 31 കേട്ടാ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? അടുത്ത നോക്കി, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് 1/3ന്റെ ദശാംശ രൂപം? വിച്ച് ഈസ് ദി ഡെസിമൽ ഫോം ഓഫ് 1/3? 1/3നെ ഡെസിമൽ ഫോം ആക്കാൻ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ നമ്മുടെ ഡെസിമൽ ഫോംസ് ഉള്ള ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. 1/3 പഠിച്ച് ഡെസിമൽ ആക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാലോ എന്താണ് ചെയ്യേണ്ടത്? 1/3 ഡെസിമൽ ഫോം ഏതാ വരെ അതിനകത്ത്? നിങ്ങൾക്ക് കിട്ടാത്തൊരവസ്ഥ വന്നെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യാ? ഹരിച്ചോ, ധൈര്യമായിട്ട് ഹരിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏകദേശം. 1/3 എന്ന് വെച്ചാൽ 1നെ ഹരിക്കാം 3 കൊണ്ട്. അപ്പൊ അങ്ങനെ 1ൽ 3 പോവില്ല, പോയിന്റ് ഇട്ട്. അപ്പൊ എന്ത് ചെയ്ത്? ഒരു 0 ഇറക്കി എഴുതി. ഒരു 0 10ൽ എത്ര പ്രാവശ്യം പോകും? 3 ടൈംസ് പോയി 9. ബാക്കി ഒന്നുണ്ട്, അതില് ഒരു 0 ഇറക്കിയിട്ട് 10ൽ എത്ര പ്രാവശ്യം പോകും? 3 ടൈംസ് പോവും 9. ബാക്കി ഒന്നുണ്ട്, 10ൽ പിന്നെ 0 ഇറക്കിയിട്ട് 10ൽ എത്ര പ്രാവശ്യം പോകും? 3 ടൈംസ് പോവും 9. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പൊ എത്രയാണ് കിട്ടുക? ഇത് തുറന്നുകൊണ്ടിരിക്കും. അപ്പൊ എത്രയാണ്? 0.333 എക്സെട്ര. ഓപ്ഷൻ രണ്ടാമത് നോക്കിയേ, 0.333 എക്സെട്ര നോക്കിയേ, രണ്ടാമത്തെ ഓപ്ഷൻ. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ കേട്ടാ, 0.333 എക്സെട്ര. ചോദ്യത്തിന് ആൻസർ കിട്ടിയാൽ എന്താണ്? വാട്ട് ഈസ് ദി ഡെസിമൽ ഫോം ഓഫ് 1/3? 0.333 എക്സെട്ര. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു കേട്ടോ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? 1.333, 2.333, 3.333 എന്ന സമാന്തരത്തിന്റെ ബീജഗണിത രൂപം എഴുതുക. എന്താണ്? ഫൈൻഡ് റൈറ്റ് ദി ആൽജിബ്രൈക് ഫോം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ്. നോക്കാട്ടാ, ബി ചോദ്യമാണ് ചെയ്യുന്നത്. 1.333, 2.333, 3.333, എക്സെട്ര. ഇതിന്റെ ആൽജിബ്രൈക് ഫോം എഴുതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ ആൽജിബ്രൈക് ഫോം എഴുതാൻ സാധാരണ സീക്വൻസ് അല്ല, അത് ഇങ്ങനത്തെയും ചോദ്യം വരും. ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, എത്ര മാർക്ക് ചോദ്യം ഒന്നും നോക്കിയത്? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാ. 4 മാർക്കിന്റെ 2022 ചോദിച്ച ചോദ്യം ഉണ്ടാ. അപ്പൊ നമുക്ക് നോക്കാം. ആൽജിബ്രൈക് ഫോം എഴുതാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ബീജഗണിത രൂപം എഴുതാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. എന്താണ് നമ്മുടെ ബീജഗണിത രൂപം? xn = dn + f - d ആണ് ഇക്വേഷൻ. ഓക്കെ, ക്ലിയർ ആയിട്ട് ഇക്വേഷൻ എഴുതി വെക്കാം, തെറ്റാതെ എഴുതി വെക്കാം. ഓക്കെ, ഇനി എന്താണ് ഇതിനകത്ത് പറഞ്ഞുള്ള ലെറ്ററുകളൊക്കെ അറിഞ്ഞോ നോക്കാം. ഡി എന്ന് പറഞ്ഞാൽ വ്യത്യാസം. എത്രയാണ്? കോമൺ ഡിഫറൻസ് അല്ലെ, പൊതു വ്യത്യാസം. ഇതിനകത്ത് ഇത് കുറയ്ക്കാം. 2.333 1.333 കുറയ്ക്കണെന്ന് വിചാരിക്കും. അപ്പൊ എത്രയാണ് കേട്ടാ? 1.333 2.33 ആണെങ്കിൽ 1 അല്ലേ കോമൺ ഡിഫറൻസ് കിട്ടാ? 1 അല്ലേ കൂടി പോകണം നോക്കി. 1 കൂട്ടി എവിടെയാണ് കിട്ടിയത്? ഇതിന്റെ കൂടെ 1 കൂട്ടി എവിടെയാണ് കിട്ടാ അല്ലേ? വ്യത്യാസം 1 ആണ്. കോമൺ ഡിഫറൻസ് 1 കിട്ടി. എന്നോ എന്താ എഴുതണം? ആൽജിബ്രൈക് ഫോം ആണ് എഴുതേണ്ടത്. എന്ത് ചെയ്യണം? എന്നത് പോലെ തന്നെ എഴുതാം. ഓക്കെ, ഞാൻ എഫ് നോക്കാം. ഫസ്റ്റ് ടൈം എത്രയാണ്? 1.333 ആണ്. ഡി അറിയാം. ഓക്കെ, എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആൽജിബ്രൈക് ഫോം എഴുതാം കേട്ടാ. xn = dn. ഡി എന്ന് വെച്ചാൽ എത്രയാണ്? ഡിക്ക് പകരം എത്രയാണ് നമുക്ക്? ഡി 1 എന്നതുപോലെ തന്നെ എഴുതി. പ്ലസ് എഫ് എന്നുള്ളത് ഫസ്റ്റ് ടൈം ആണ് 1.333 എക്സെട്ര ഉണ്ട്. മൈനസ് ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡി വ്യത്യാസം എത്രയാണ്? 1. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്താ 1n എന്നുള്ളത് വേണമെങ്കിൽ n മാത്രം എഴുതാം. n പ്ലസ് 1.333 1 ഓർക്കാണ്. ബാക്കി എത്ര ഉണ്ടാവും? 0.333 എക്സെട്ര അല്ലെ, എക്സെട്ര ഉണ്ടാവും അല്ലെ. അത്രേ ഉള്ളൂ. ഇതാണ് ആൽജിബ്രൈക് ഫോം. അതായത് xn = n + 0.333 എക്സെട്ര. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി വിചാരിക്കണോ? അപ്പൊ നമ്മുടെ ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിനകത്ത് ഇപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് 1 മാർക്കും ഇതിന് 1 മാർക്കും 2 മാർക്ക് ആയിട്ടുള്ളൂ. ലാസ്റ്റത്തെ ചോദ്യത്തിനാണ് 2 മാർക്ക് കിടക്കുന്നത്. റൈറ്റ് ദി
എന്താണ് ബി ചോദ്യം കഴിഞ്ഞാൽ സി ചോദ്യം ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 21 ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 1 പോയിന്റ് ഇത് ഇതെന്താണ് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 21 ടേംസ് കണ്ടുപിടിക്കണം അല്ലെ സം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ സം കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ഇക്വേഷൻ സം കണ്ടുപിടിക്കാം ഓക്കെ സി ചോദ്യം കിടക്കട്ടെ സം ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ സം 21 ഇതിന്റെ ഫസ്റ്റ് 21 ടേംസിന്റെ സം അപ്പൊ n/2 into x1 plus xn ആണ് ഇക്വേഷൻ ഓക്കെ സം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അതാണ് എന്തൊക്കെ അറിയാം നോക്കാം എന്നറിയോ ചോദ്യം വായിച്ചു നോക്കിയേ എന്താണ് ചോദ്യം ആദ്യത്തെ 21 പദങ്ങൾ കണ്ടുപിടിക്കുക അതായത് 21 എണ്ണത്തിന്റെ സമ്മാണ് വെച്ചത് അപ്പൊ n എന്ന് വെച്ചാൽ എത്രയാണ് 21 ആണ് n എന്ന് വെച്ചാൽ 21 ആണ് കേട്ടാ അപ്പൊ x1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം എത്രയാണ് ഫസ്റ്റ് ടേം കേട്ടോ 1.333 1.333 എക്സെട്രാ x എന്ന് വെച്ചാൽ 21 ടേം കണ്ടുപിടിക്കണം അല്ലേ 21 ടേം എത്രയായിരിക്കും അതല്ലേ ലാസ്റ്റ് ടേം വരാ 21 സമ്മല്ലേ കണ്ടുപിടിക്കേണ്ടത് അപ്പൊ എക്സ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ടേം അല്ലേ ലാസ്റ്റ് ടേം എന്ന് വെച്ചാൽ എന്താണ് 21 ടേം അപ്പൊ 21 ടേം കണ്ടുപിടിക്കാം എന്തില് ആൾജിബ്രായിക് ഫോം അല്ലേ കിടക്കണത് അപ്പൊ 21 ടേം ആദ്യം കണ്ടുപിടിക്കാം കേട്ടോ നമുക്ക് എക്സ് എൻ കണ്ടുപിടിക്കാം എക്സ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ടേം അത് കണ്ടുപിടിക്കാൻ എന്നിന് പകരം 21 കൊടുക്കാം 21 പ്ലസ് 0.333 അതാണ് ആൾജിബ്രായിക് ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടിയത് 21 ടേം എത്ര കിട്ടി 21.333 ഓക്കെ ഇതാണ് 21 ടേം അതായത് എക്സ് എൻ ലാസ്റ്റ് ടേം അത് കിട്ടിയിട്ടാ എങ്ങനെയാണ് അത് കിട്ടിയത് ആൾജിബ്രായിക് ഫോമിൽ 21 കൊടുത്തതിന് പകരം 21 ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പാ 21 പദം ചോദിച്ചപ്പാ 21 കൊടുത്ത് എടാ അപ്പൊ ഇത് കിട്ടി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സമ്മിനിക്കേഷൻ കൊടുക്കാം സമ്മിനിക്കേഷൻ കൊടുക്കുകയാണ് അപ്പൊ എന്താണ് സം ഈക്വൽ ടു Sn സം ഈക്വൽ ടു n/2 അതായത് 21/2 ഇൻറ്റു x1 പ്ലസ് xn അല്ലേ x1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1.333 എക്സെട്രാ പ്ലസ് x എന്ന് പറഞ്ഞാൽ എത്രയാണ് 21.333 എക്സെട്രാ ഓക്കെ കിട്ടിയാ നോക്കിയേ x1 plus xn സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും ഇത് കിട്ടും സം കിട്ടും അപ്പൊ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റണ ഇത്ര എത്തിക്കാ ഇനി ബാക്കി കിട്ടില്ലെന്നുണ്ടെങ്കിലും അതിന്റെ മാർക്ക് വലുതായിട്ട് കുറക്കില്ല എടാ അപ്പൊ ഇത്ര എത്തിയിട്ടുണ്ടല്ല ഇത്ര എത്തിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് അത് ആഡ് ചെയ്തുമ്പോ എത്ര വരും നോക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കുറച്ച് ആഡ് ചെയ്ത് കേട്ടാ നിങ്ങൾ ബാക്കി ചെയ്താൽ മതി 21/2 ഇൻറ്റു ഇത് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് 22.666 എക്സെട്ര വരും ഓക്കെ അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യാ ഇതിനകത്ത് ഇതുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ അപ്പൊ എന്തായി 22 11 എക്സെട്രാ ഇങ്ങനെ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടാ ഓക്കെ അപ്പൊ ലാസ്റ്റ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാ പോയിന്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാത്തവർ എന്ത് ചെയ്യാ പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 ഡിജിറ്റ് ഒക്കെ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം എന്നിട്ട് ബാക്കി ഉത്തരത്തില് പോയിന്റ് കഴിഞ്ഞിട്ട് അത്രയും ഡിജിറ്റ് ആയിട്ട് ചെയ്യാം കേട്ടാ ഓക്കെ പറഞ്ഞത് മനസ്സിലായിരിക്കണം പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം ലാസ്റ്റ് എത്ര സ്ഥാനം ചോദ്യത്തിലുണ്ടോ പോയിന്റ് കഴിഞ്ഞിട്ട് ഉത്തരത്തിൽ പോയിന്റ് കഴിഞ്ഞാൽ അത്രയും തന്നെ വേണം ഓക്കെ അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം കേട്ടാ ഓക്കെ മനസ്സിലായിരിക്കണോ അപ്പൊ കണ്ടുപിടിച്ചത് സം ഓഫ് ഫസ്റ്റ് 21 ടേംസ് കണ്ടുപിടിച്ചു അതായത് 21 ടൈം കണ്ടുപിടിച്ചു അത് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പൊ സം ഓഫ് ഫസ്റ്റ് 21 ടൈംസ് കിട്ടി ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് പറയാം അടുത്ത നോക്കി ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ് ചോദ്യം നോക്കാം ഇമ്പോർട്ടന്റ് ചോദ്യമാണ് എന്തായാലും പഠിക്കണം നിർബന്ധമായിട്ട് പഠിക്കണം ഇത് 2 ടൈപ്പിലാണ് ഈ ചോദ്യം വരാം ഓക്കെ അതിൽ ഒരു ടൈപ്പാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 20 ഓഡ് നമ്പേഴ്സ് അപ്പൊ എത്രയാണ് ഫസ്റ്റ് 20 ഓഡ് നമ്പറിന്റെ സം കണ്ടുപിടിക്കാനാണ് ചോദ്യം ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കുക ചോദ്യം ഓഡ് നമ്പറിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n² ആണ് ഓക്കെ ഓഡ് നമ്പർ ഒറ്റ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n² നമ്മൾ പഠിച്ചിട്ടുണ്ട് സം ഈക്വൽ ടു n² പഠിച്ചിട്ടുണ്ടല്ലോ ഓക്കെ അപ്പൊ ഇതിനകത്ത് കൊടുക്കുക n എന്ന് വെച്ചാൽ എത്രയാണ് ഫൈൻഡ് സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് അല്ലേ ഓഡ് നമ്പർ അല്ലേ അപ്പൊ n എന്ന് വെച്ചാൽ ഓഡ് നമ്പർ 20 ഓഡ് നമ്പർ അത് n എത്ര ഉണ്ടാവും n ഈക്വൽ ടു 20 ഉണ്ടാവും ഓക്കെ തെറ്റെഴുതിട്ടാ 20 എണ്ണം ഉണ്ടാവും നോക്കിയാൽ 20 എണ്ണത്തിന് സമ്മാനം പറഞ്ഞ് 20 എണ്ണം അവിടെ കാണൂല n ഈക്വൽ ടു 20 അപ്പൊ സം ഈക്വൽ ടു 20 സ്ക്വയർ എത്രയാണ് 400 ഓക്കെ ക്ലിയർ ആയിരിക്കണം കേട്ടാ n ഈക്വൽ ടു 20 അപ്പൊ 20 സ്ക്വയർ 400 ഓക്കെ കിട്ടി അടുത്തത് നോക്കാം രണ്ടാമത്തത് ബി ചോദ്യം ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 21 നമ്പേഴ്സ് ആദ്യത്തെ 20 ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ് ആദ്യത്തെ 20 ഇരട്ട സംഖ്യയുടെ തുക ഇരട്ട സംഖ്യ നോക്കാം ഇരട്ട സംഖ്യ ഏതാണ് ഇരട്ട സംഖ്യ സമ്മാന ലൊക്കേഷൻ ആണ് സം ഈക്വൽ ടു സം ഓഫ് ഈവൻ നമ്പർ n into n plus 1 അല്ലേ n into n plus 1 എന്ന് വെച്ചാൽ n ന് വരെ എത്ര കൊടുക്കണ്ടേ n ന് വരെ എത്ര കൊടുക്കാം എത്ര ഉണ്ട് ആദ്യത്തെ 20 ഇരട്ട സംഖ്യ അല്ലേ അപ്പൊ n എന്ന് വെച്ചാൽ 20 കൊടുക്കാം ഈവൻ നമ്പറിന്റെ സമ്മാന ലൊക്കേഷൻ എഴുതി n 20 എണ്ണം ഉണ്ടാവും 20 എണ്ണം ഉണ്ടാവില്ല അവിടെ ശരിക്കും ആലോചിച്ച് നോക്കിയേ 20 എണ്ണം ഉണ്ടാവും 20 എണ്ണത്തിന് സമ്മാനം പറഞ്ഞ് 20 എണ്ണം ഉണ്ടാവും അല്ലെ അപ്പൊ n 20 കൊടുത്തപ്പോ എന്തായി സം ഈക്വൽ ടു തുക ഈക്വൽ ടു 20 ഇൻറ്റു 20 പ്ലസ് 1 അതായത് 20 ഇൻറ്റു 21 എടാ 21 ഇൻറ്റു 2 ഗുണിക്കാം ആദ്യം 21 ഇൻറ്റു 2 ഗുണിക്കുമ്പോ എത്രയാണ് 40
നോക്കാം. 42 കിട്ടാ. ഒരു 0 കൊണ്ടുള്ള 420 കിട്ടി. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കണം. നോക്കിയേ, എന്താണ് നമ്മൾ കണ്ടുപിടിച്ചത്? 20 ഈവൻ നമ്പറിന്റെ സം കണ്ടുപിടിച്ച് ഈവൻ നമ്പർ ഇൻഡിക്കേഷൻ കൊടുത്ത് സം കിട്ടി. ഓക്കെ, കിട്ടിയല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കിയേ. വാട്ട് ഈസ് ദി സം ഓഫ് ഫസ്റ്റ് 40 നാച്ചുറൽ നമ്പർ? നാച്ചുറൽ നമ്പറിന്റെ സം കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിയേ, സം ഓഫ് 40 നാച്ചുറൽ നമ്പറിന്റെ സം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? നാച്ചുറൽ നമ്പറിന്റെ സം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? സം ഓഫ് നാച്ചുറൽ നമ്പർ ഇക്വേഷൻ ഓർത്ത് നോക്കാം. n into n plus 1/2 ഉണ്ടല്ലേ? n into n plus 1 അല്ല, n into n plus 1/2 ഉണ്ട് സം ഓഫ് നാച്ചുറൽ നമ്പർ. ഓക്കെ, അപ്പൊ n എന്ന് വെച്ചാൽ എത്രയാണ്? n എന്ന് വെച്ചാൽ എത്രയാണ്? സം ഓഫ് നാച്ചുറൽ നമ്പർ n എത്ര ഉണ്ട്? 40 ഉണ്ട്. ആദ്യത്തെ 40 സം കണ്ടുപിടിക്കാണ് ചോദിച്ചിട്ടുള്ളത്. എണ്ണൽ സംഖ്യ കേട്ടാ. എണ്ണൽ സംഖ്യ നോക്കുക. n into n plus 1/2. n എന്ന് വെച്ചാൽ 40 ആയിരിക്കും. കൊടുക്കുകയാണ്. എന്താണ് സം ഈക്വൽ ടു? സം ഈക്വൽ ടു തുക ഈക്വൽ ടു 40 into 40 plus 1/2 അല്ലേ? 40 into 40 plus 1/2 വീട്ടിൽ കളയാ. വേണമെങ്കിൽ ഇവിടെ നിന്ന് വെട്ടാട്ടാ. അപ്പൊ എന്തായി? 40 20 ആയല്ലേ? 20, അതായത് 20 into 41 20 into 41 ഗുണിച്ചാൽ കിട്ടും. അപ്പൊ നോക്കാം, ഗുണിക്കാം. 82 ആണ്. 41 into 2, പിന്നെ ഒരു 0 കൂടി ഉള്ള കാരണം ഒരു 0 കൂടി ഇട്ട് 820 കിട്ടും. ഓക്കെ, നോക്കാം, ഗുണിക്കണം കേട്ടാ. സ്വന്തമായിട്ട് ഗുണിച്ചു നോക്കണം. ഗുണിക്കുമ്പോഴും ഹരിക്കുമ്പോഴും തെറ്റിക്കരുത്. തെറ്റിച്ചാണെങ്കിൽ മാർക്ക് ഫുൾ ആയിട്ട് പോകും. ഇത്ര സിമ്പിൾ ഉള്ള സാധനങ്ങളാണ്. മുകളിലുള്ളതും ഇതും വെട്ടി, അതിന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ചെയ്തു, എന്നിട്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ക്ലിയർ ആയി വിചാരിക്കണം. 820 കിട്ടിട്ടാ. ഞാൻ അടുത്ത് നോക്കാം. എന്താണ്? ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 40 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. ഇതിന്റെ സം കണ്ടുപിടിക്കാൻ. അതായത് 1/40, 2/40, 3/40 ഇങ്ങനെ എക്സെട്രാ എഴുതി 40/40 40 കൂട്ടിയാൽ എത്ര കിട്ടുന്നത് കണ്ടുപിടിക്കാം. 40 സം. അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു കാര്യം പഠിച്ചില്ലേ? സം ഓഫ് നാച്ചുറൽ നമ്പർ എത്ര കിട്ടിയത്? സം ഓഫ് നാച്ചുറൽ നമ്പർ 40 നാച്ചുറൽ നമ്പർ ഉത്തരം 820 നിങ്ങൾക്ക് കിട്ടിയല്ല. 820 നിങ്ങൾക്ക് കിട്ടിയല്ല. ഓക്കെ, അപ്പൊ നോക്കാം. 820 അവിടെ ഉണ്ട് കേട്ടാ. 820 നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നോക്കാം, എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ 40/40 വരെ ഇത് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഇത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടുന്നത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇത് അടിയിൽ ഡിനോമിനേറ്റർ സെയിം ആയ കാരണം കൂട്ടിയിട്ട് ഉത്തരം കിട്ടുമ്പോഴും എല്ലാം കൂടി കൂട്ടിയിട്ട് ഉത്തരം കിട്ടുമ്പോഴും സെയിം ഡിനോമിനേറ്റർ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ പറയുകയാണ് 2/5 പ്ലസ് 1/5 കൂട്ടാമെന്ന് വിചാരിക്കും. ഇത് വേറെ കാര്യം പറയേണ്ടത് മനസ്സിലാവാൻ വേണ്ടി പറയണതാണ്. ഇത് കൂട്ടാമെന്നാൽ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലെ? ഡിനോമിനേറ്റർ സെയിം ആയ സെയിം ഡിനോമിനേറ്റർ എഴുതാം. മുകളിലുള്ളത് വെറുതെ കൂട്ടി എഴുതിയാൽ മതി. കണ്ടാ 3/5 ആണ് ഉത്തരം വരാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൂട്ടാൻ വന്നാലോ 1/40 2/40 വരുമ്പോ ഉത്തരത്തിന്റെ അടിഭാഗം സെയിം ആയിരിക്കും. മുകളിലുള്ളത് കൂട്ടിയാൽ പോരെ? ആദ്യത്തെ 40 കൂട്ടിയാൽ പോരെ? 1 തുടങ്ങി 40 വരെ കൂട്ടിയാൽ എത്രയാണ് കിട്ടാന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതിന് തൊട്ട് മുന്നേ ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 1 മുതൽ 40 വരെയുള്ള സമ്മാണ് 820. കേട്ടാ, അതിനാണ് ഈ ചോദ്യം കഴിഞ്ഞിട്ട് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. കേട്ടാ, അപ്പൊ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ഒന്നും എഴുതണ്ട. ഇതിനകത്ത് അടിഭാഗം ഡിനോമിനേറ്റർ സെയിം എഴുതി. മുകളിലുള്ളത് കൂട്ടിയാലാണ് 820 കിട്ടാം. പിന്നെ ഉത്തരത്തിൽ വരും 820/40 ആണ് ഉത്തരം വരാം. അതായത് എന്താണ്? ഇത് 0 വെട്ടി 0 വെട്ടി കളഞ്ഞ് 82/4 ഉണ്ട്. അതിനൊന്നും കൂടി ചെറുതാക്കാം. 82 പകുതി 41, 4ന്റെ പകുതി 2 കണ്ടാ. 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാ. അപ്പൊ എന്താ കിട്ടി? 41/2 കിട്ടി. കണ്ടാ, ഇതാണ് നമ്മുടെ ചെറിയ ഫോം ആക്കിയത്. 41/2. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കണു. നോക്കാം, അടിഭാഗം സെയിം ആണ്. അപ്പൊ സെയിം ഡിനോമിനേറ്റർ എഴുതി. മുകൾ ഭാഗം 1 + 2 + 3 + 40 വരെ. അത് കൂട്ടിയാൽ എത്രയാണ് തൊട്ട് മുന്നത്തെ ചോദ്യം ചെയ്തത്? അതിന്റെ ഉത്തരവാണ് 820. അപ്പൊ അതിന്റെ പകരം 820 എഴുതി 40. എടാ, ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എത്ര മാർക്കിനാണ്? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി റിമൈൻഡർ വെൻ 100 is divided by 7? ചോദ്യം 1 മാർക്കിന്റെ ആയിരിക്കും. എളുപ്പമായിരിക്കും ചെയ്യാൻ. അപ്പൊ എന്തായാലും ചെയ്ത് നോക്കണം. എങ്ങനെയാണ് ചെയ്യാ? ചോദ്യം 100നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ്? ഇതാണ് 7 കൊണ്ട് 700നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ ഉള്ള ശിഷ്ടം. റിമൈൻഡർ എന്ന് വെച്ചാൽ അടി കിട്ടണം അല്ലെ? വരച്ചു നോക്കാം. 7 ഒന്നി പോവില്ല. 10ൽ 7 ഒരു തവണ പോയി. 1 7 7. ഓക്കെ, 7 10 ആവാൻ ബാക്കി 3 ഉണ്ട്. 3-ലല്ല ഇറക്കി എഴുതി. 30ൽ എത്ര തവണ പോകും? 1 7 7 2 14 3 21 4 28 അല്ലെ? 4 തവണ പോയി 28. റിമൈൻഡർ എത്രയാണ് കിട്ടിയത്? റിമൈൻഡർ 2 കിട്ടി. ഓക്കെ, റിമൈൻഡർ എത്ര കിട്ടി? 2 കിട്ടി അല്ലെ? അപ്പൊ ചോദ്യത്തിന് ആൻസർ കിട്ടി. വാട്ട് ഇസ് ദ റിമൈൻഡർ when divided by 7? ഓക്കെ, ഈ ബി ചോദ്യം വായിച്ചു നോക്കാം. റൈറ്റ് ദി സീക്വൻസ് ഓഫ് ഓൾ 3-digit numbers which are the multiples of 7. 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 3-digit നമ്പറുകളുള്ള റൈറ്റ് ദി സീക്വൻസ് ഓഫ് ഓൾ 3-digit numbers which are the multiple of 7. 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള
7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ 3 ഡിജിറ്റ് നമ്പറിന്റെ സീക്വൻസ് എഴുതാനല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ 7ന്റെ മൾട്ടിപ്പിൾ എത്രയായിരിക്കും? 7ന്റെ മൾട്ടിപ്പിൾ ആദ്യത്തെ ആലോചിച്ച് നോക്കി. 7ന്റെ മൾട്ടിപ്പിൾ എത്രയായിരിക്കും? 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ എങ്ങനെ കിട്ടും? 100 ആദ്യം ഹരിച്ചു നോക്കി. 7ന്റെ മൾട്ടിപ്പിൾ എന്ന് വെച്ചാലേ മൾട്ടിപ്പിളിനെ 7 ഹരിച്ചിട്ടുണ്ടെങ്കിൽ റിമൈൻഡർ 0 കിട്ടണമല്ല. 100 ഹരിച്ചപ്പോ 100 മൾട്ടിപ്പിൾ 7. കാരണം എന്താണ്? റിമൈൻഡർ ഉണ്ടാവുള്ളത്. അപ്പൊ 101 നോക്കാം. 101 ഞാൻ ഹരിക്കണെന്ന് വിചാരിക്കാടാ. ഞാൻ ഹരിക്കൂല, ഞാൻ ഇങ്ങനെ പറയുള്ളൂ, ആലോചിച്ച് പറയുള്ളൂ കേട്ടോ. അപ്പൊ 101 ഹരിക്കണെന്ന് വിചാരിക്കാം. 101 ഹരിക്കണത്. അപ്പൊ എന്താണ് കേട്ടാ? 101 ഹരിച്ചപ്പാ ഇവിടെ ഈ 31 പോലെ 28 പോലെ തന്നെ കിട്ടുമല്ല. 28 3 കിട്ടാ. റിമൈൻഡർ ശരിയാവില്ല. 102 ഹരിക്കണമെന്നിരിക്കാം. അപ്പൊ ഇവിടെ 32 അല്ലേ. അപ്പൊ നോച്ചാൽ റിമൈൻഡർ 4 കിട്ടാ. ശരിയാവില്ല. 103 ഹരിക്കണമെന്ന് വിചാരിക്കാം. 103 ഹരിക്കുമ്പോ 33 28 33 ആവാൻ 5 കിട്ടാ. റിമൈൻഡർ 5 കിട്ടാ. ശരിയാവില്ല. 34 ഹരിക്കണമെന്ന് വിചാരിക്കാം. 34 ആകുമ്പോ 104 ഹരിക്കണമെന്ന് വിചാരിക്കാം. അപ്പൊ 34 ആയിരിക്കും ഇവിടെ കിട്ടാം. 28 34 എന്ന് പറഞ്ഞാൽ 6 റിമൈൻഡർ കിട്ടാ. ശരിയാവില്ല. ഇനി 105 ഹരിക്കണമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറയാം, ഇതൊക്കെ വായിക്കണ്ട്. 105 ഹരിക്കേണ്ട നമ്മള് 105 7 കൊണ്ട് ഹരിക്കണം. 105 7 ഹരിക്കുമ്പോ എത്ര കിട്ടാ? 5 ഇവിടെ ഇറക്കി എഴുതാ. 35 7 35 ആണ്. 7 35 അല്ലേ. ഇവിടെ 35 കിട്ടും. റിമൈൻഡർ 0 കിട്ടും. അതായത് ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? 105 ആണ് കേട്ടാ. ഹരിച്ചു നോക്കണം. ഞാനിത് എളുപ്പത്തിന് വേഗം ഹരിച്ചതാണ്. അപ്പൊ നിങ്ങളത് ഹരിച്ചു നോക്കാം. 101 ഹരിച്ചു നോക്കാം. റിമൈൻഡർ 0 കിട്ടുമോ നോക്കാം. 102 103 105 ഹരിക്കുമ്പോഴേ റിമൈൻഡർ 0 കിട്ടുള്ളൂ. ഓക്കെ കേട്ടാ. അപ്പൊ 105 ഫസ്റ്റ് നമ്പർ. അടുത്ത എത്രയായിരിക്കും? അടുത്ത 7ന്റെ മൾട്ടിപ്പിൾ എത്രയായിരിക്കും? 7 വെച്ച് കൂട്ടി പോവാ. 7ന്റെ മൾട്ടിപ്പിളിലൊക്കെ അങ്ങനെയല്ലേ സംഭവിക്കണത്. 105 കൂടെ 7 കൂട്ടിയാൽ 112. അതിന്റെ കൂടെ പിന്നെ 7 കൂട്ടിയാൽ 119. ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതാണ് 7ന്റെ മൾട്ടിപ്പിൾ. എടാ 7ന്റെ മൾട്ടിപ്പിൾ എഴുതി. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സി ചോദ്യം നോക്കാം. ഹൗ മെനി എന്താണ് സി ചോദ്യം പറഞ്ഞത് നോക്കി. ഹൗ മെനി മൾട്ടിപ്പിൾസ് ഓഫ് 7 ആർ ദെയർ ബിലോ 100? 100ൽ താഴെ എത്ര എണ്ണം ഉണ്ടെന്നല്ലേ. 7ന്റെ മൾട്ടിപ്പിൾ എത്ര എണ്ണം ഉണ്ടെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. നമുക്കൊരു കാര്യം അറിയാം അല്ലേ. എത്ര എണ്ണം കടാ. 100ൽ താഴെ 7ന്റെ എത്ര ഗുണിതങ്ങളുണ്ട്. അപ്പൊ 7ന്റെ ഗുണിതങ്ങൾ നോക്കാം. ജസ്റ്റ് 7 തുടങ്ങും. 14 7 14 21 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. അതിന്റെ 100ൽ താഴെ കിടക്കണ എത്രയാണ്? 100ൽ താഴെ കിടക്കണ 7ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പർ ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കണം. നോക്കിയേ. ഓക്കെ, അപ്പൊ 100ൽ താഴെ വരുന്ന 7ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 100ൽ താഴെ വരുന്ന 7ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? നോക്കി. 100ൽ ഹരിക്കുമ്പോ നമുക്ക് എത്രയാണ്? 2 അല്ലേ റിമൈൻഡർ കിട്ടിയത്. അപ്പൊ 99 ഹരിക്കുമ്പോ റിമൈൻഡർ 1 ആയിരിക്കും. 98 ഹരിക്കുമ്പോഴാണ് റിമൈൻഡർ 0 കിട്ടാ. ആലോചിച്ച കിട്ടൂട്ടാ. മനസ്സിലാക്കണം. ഇവിടെ ആലോചിച്ചാൽ മതി. 100 ഹരിക്കുമ്പോ 2. അപ്പൊ 99 ഹരിക്കുമ്പോ റിമൈൻഡർ 1 ആയിരിക്കും. 98 ഹരിക്കുമ്പോ 0 ആയിരിക്കും. അതായത് റിമൈൻഡർ 0 വരാല്ലേ. 98 വരെ ഉണ്ട്. 100ന്റെ താഴെ കിടക്കണ 7ന്റെ മൾട്ടിപ്പിൾ ആണ് ഞാൻ എഴുതുന്നത്. 7 14 21 അങ്ങനെ പോയി 98 വരെ ഉണ്ട്. ഇവിടെ എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്? നമ്പർ ഓഫ് ടൈം ആണാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഇതിനിടയിൽ എത്ര സംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്പർ ഓഫ് ടൈം ആണ് അപ്ലിക്കേഷൻ n = xn - x1/d + 1. ഇതാണ് നമ്പർ ഓഫ് ടൈം ആണ് അപ്ലിക്കേഷൻ. ഓക്കെ, പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. xn എന്ന് വെച്ചാൽ ലാസ്റ്റ് ഇടം 98 മൈനസ് x1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇടം 7 ബൈ ഡി. ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7ന്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പൊ 7 വെച്ചാൽ കൂടാ. ഡി എന്ന് പറഞ്ഞാൽ 7 + 1. അപ്പൊ ഇത് കുറയ്ക്കാടാ. 98 7 കുറച്ചാല് 91/7 + 1. ഓക്കെ, 91/7 + 1. 91 7 കൊണ്ട് ഹരിച്ചു നോക്കാം. 91 7 കൊണ്ട് ഹരിക്കാം. 91 ഹരിക്കണം 7. 7 ഒരു തവണ പോയി. ഒരു 7 ബാക്കി 2 ഉണ്ട്. 21 ഒരു 7 2 7 14 3 21 അല്ലെ. 3 കിട്ടി. 13 കിട്ടി അല്ലെ. 13 21 0. അപ്പൊ 13 ആണ് ഉത്തരം. ഇവിടെ 13 ആണ്. പക്ഷെ ലാസ്റ്റ് ഒരു +1 കൂട്ടാനുണ്ട്. അത് മറക്കരുത്. അത് ലാസ്റ്റേ കൂട്ടാൻ പാടുള്ളൂ. 91 7 കൊണ്ട് ഹരിക്കാം. 13 കിട്ടും. 1 കൂട്ടിയാല് 14. ഓക്കെ, നോക്കിയേ എന്താണ് ഞാൻ പറഞ്ഞത്? 7ന്റെ മൾട്ടിപ്പിളുകൾ എത്ര എണ്ണം ഉണ്ട്? 100ൽ താഴെ. അപ്പൊ 100ൽ താഴെയുള്ള ഫസ്റ്റ് 7ന്റെ മൾട്ടിപ്പിൾ എഴുതി. 100ൽ താഴെയുള്ള ലാസ്റ്റത്തെ 7ന്റെ മൾട്ടിപ്പിൾ എഴുതി. അതെങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞിട്ടാ 98. അപ്പൊ അതിനകത്ത് നമ്പർ ഓഫ് ടൈം എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, പദങ്ങളുടെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടി. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എളുപ്പമാണ്. അപ്പൊ എന്തായാലും ചെയ്ത് നോക്കണം. നിങ്ങൾ ഒപ്പം ചെയ്യണമെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചധികം ചോദ്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് തന്നെ കിട്ടിക്കോട്ടെ, പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഈ കമന്റ് ബോക്സിന്റെ അടിയിലാ സെപ്പറേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അത് നോക്കിയാലോ. 3n+1 എന്ന സമാന്തരത്തിലുണ്ട് ആദ്യ പദം എഴുതുക. എളുപ്പമുള്ളേ. ഇതൊരു ആൾജിബ്രായിക് ഫോം ആണ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ആൾജിബ്രായിക് ഫോം ആണ് തന്നുള്ളത്. ഫസ്റ്റ് ടൈം എഴുതാണ് ചോദിച്ചുള്ളത്. ചോദ്യം എന്താണ് ചെയ്യേണ്ടത്? xn = ഇതാണ് ആൾജിബ്രായിക് ഫോമിന്റെ ഫോർമുല. xn = 3n+1 ആണ് ആൾജിബ്രായിക് ഫോം.
എന്താ ചെയ്യണം? എന്നിന് 1 കൊടുക്കാം. അപ്പൊ എന്തായി? ഫസ്റ്റ് ടൈം കിട്ടും. എന്നിന് 1 കൊടുക്കാന്ന് വെച്ചാൽ എന്താണ്? എന്നിന് 1 കൊടുത്താല് 3 into 1 plus 1, അതായത് 3 into 1 എന്ന് വെച്ചാൽ 3 plus 1 എത്രയാണ്? 4 അല്ലേ? ഓക്കെ, അപ്പൊ എത്രയാണ് നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടി അല്ലേ? എത്രയാണ്? x1 = 4 എന്ന് കിട്ടി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ടാമത്തെ ക്വസ്റ്റ്യനില് 3n16 ഈ ശ്രേണിയിലെ ഒരു പദമാകുമോ സമർത്ഥിക്കുക. ഓക്കെ, 16 ഈ ശ്രേണിയിലെ ഒരു പദമാകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യാം? 2-3 രീതിയിൽ ഇത് ചെയ്യാം. ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നോക്കാം. ജസ്റ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിനകത്ത് ഈ ശ്രേണി ഒന്ന് നമുക്ക് ആദ്യം എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ടൈം ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ. രണ്ടാമത്തെ ടൈം കണ്ടുപിടിക്കാൻ 2 കൊടുക്കാം. അപ്പൊ എന്തായി? 3 into 2 plus 1. അപ്പൊ എന്ത് വരും? 3 എന്താ രണ്ടാമത്തെ ടൈം ആയിട്ടാ 2 കൊടുത്താൽ രണ്ടാമത്തെ ടൈം കിട്ടും. അതിനാണ് 3 into 2 6, 6 plus 1 7 കിട്ടി അല്ലേ? 7 കിട്ടിയല്ല രണ്ടാമത്തെ ടൈം 7. അപ്പൊ അവിടെ സീക്വൻസ് നമുക്ക് ഒന്ന് എഴുതാല. 4 7 3 ചെല്ലേ കൂടി പോണത് 10 എക്സെട്രാ പോകും. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ഇതൊക്കെ എഴുതി നോക്കാം. അപ്പൊ 16 ഉണ്ടാ നോക്കാം. ഓക്കെ ആണോ? അപ്പൊ ഇത് എഴുതി വെക്കുമ്പോ 16 വരുന്നുണ്ടല്ലോ. അപ്പൊ 16 ടൈം ആണ്. 16 16 is a term. 16 is a term of the sequence എഴുതാം. അല്ലെങ്കിൽ വലുതൊക്കെ ചോദിക്കണമെങ്കിലോ ജസ്റ്റ് എന്ത് ചെയ്യാ? ഒന്ന് ചെയ്യാ. ഇത് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് 3 ആണ് കിട്ടുക. ഇതിനകത്ത് കുറച്ചാൽ 3 ആണ് കിട്ടുക അല്ലേ? കോമൺ ഡിഫറൻസ് 3 കിട്ടി. അപ്പൊ ഒരു ടൈം എടുക്കാം. കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിച്ചു നോക്കാം. അപ്പൊ റിമൈൻഡർ ഒരു തവണ പോയി 3 റിമൈൻഡർ 1 ആണ് കിട്ടിയത്. എടാ റിമൈൻഡർ 1 ആണ് കിട്ടിയത്. അടുത്ത ടൈം എടുക്കാം. 7 എടുത്ത് കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിച്ചു നോക്കാം. 2 തവണ പോയി 6 റിമൈൻഡർ 1 ആണ് കിട്ടിയത്. ഇനി 16 എടുക്കാം. 16 ഹരിച്ചു നോക്കാം. 16 എന്തുകൊണ്ടിട്ട് ഹരിച്ചു നോക്കാം? കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിച്ചു നോക്കാം. എത്ര തവണ പോവും? 5 തവണ പോവും. 15 റിമൈൻഡർ 1 ആണ് കിട്ടിയത്. എടാ റിമൈൻഡർ ഒക്കെ സെയിം അല്ലേ? അതായത് ഏത് ടൈമിലായിരിക്കുമ്പോഴും റിമൈൻഡർ 1 ആണ്. ഈ 16 ആയിരിക്കുമ്പോഴും റിമൈൻഡർ 1 ആണ്. അതുകൊണ്ട് 16 ഒരു ടൈമാണ്. ഇങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ എഴുതി പോയാൽ 16 കിട്ടും. അപ്പൊ അങ്ങനെ പറയാൻ പറ്റും. എങ്ങനെയാണെങ്കിലും ആയിക്കോട്ടെ, അതിനകത്ത് എഴുതി വെച്ചാൽ മതി. ഇതിനകത്ത് എന്താ എഴുതാ? എല്ലാ ടൈമിനെ ഡിവൈഡ് ചെയ്യുമ്പോഴും റിമൈൻഡർ 1 ആണ്. 16 ഡിവൈഡ് ചെയ്യുമ്പോഴും റിമൈൻഡർ 1 ആണ്. ഓക്കെ, അത്ര എഴുതി വെക്കാം. അടുത്ത നോക്കിയേ, 3n plus എന്നാണ് സമാന്തരത്തിലെ പദങ്ങളുടെ എല്ലാം വർഗ്ഗങ്ങൾ ഈ ശ്രേണിയിലെ പദങ്ങളാണെന്ന് തന്നെ തെളിയിക്കുക. അതായത് പ്രൂവ് ദാറ്റ് ദി സീക്വൻസ് ഓഫ് ഓൾ ടേംസ് ഓഫ് ദി സീക്വൻസ് 3n plus 1 belong to this arithmetic sequence. അതായത് ഈ ടേമില ഇതിനകത്ത് എല്ലാ ടേമിന്റെ സ്ക്വയർ ഈ ടേം ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന്. അതായത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇതിലൊരു ടേമാണ് 4. 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 അല്ലേ? 16 ഈ സീക്വൻസിൽ തന്നെ ഉണ്ട്. അടാ അങ്ങനെ തെളിയിക്കാൻ അതാണ് ചോദിച്ചിട്ടുള്ളത്. 7 ഉണ്ട്. 7ന്റെ സ്ക്വയർ 49. 49 ഈ സീക്വൻസിൽ ഉണ്ടാവും. അത് തെളിയിക്കണം. അത് ജനറൽ ആയിട്ട് തെളിയിക്കണം. ഓക്കെ, എങ്ങനെ ചെയ്യാൻ പറ്റും? അതിന്റെ ചെയ്യേണ്ട മെത്തേഡ് കാണാതെ പഠിച്ചോ. എങ്ങനെയാണ്? 3n plus 1 അല്ലേ നമ്മുടെ ആൾജിബ്രായിക് ഫോം ആണ്. ഈ സാധനം ഉണ്ടോ ശരിക്കും? അപ്പൊ ഇതിന്റെ സ്ക്വയർ ചെയ്ത് നോക്കാം. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോ ആലോചിച്ച് നോക്കി. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോ എന്താ ചെയ്യാ? ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ പ്ലസ് ഇത് ഓർമ്മയുണ്ടാ? a plus b ഹോൾ സ്ക്വയർ ചെയ്ത് ഓർമ്മയുണ്ടാ? ഓക്കെ, a plus b ഹോൾ സ്ക്വയർ ഈക്വൽ ടു പഠിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. പണ്ട് വന്നിട്ടുള്ളതാണ് a plus b ഹോൾ സ്ക്വയർ ഒക്കെ എന്തായാലും പഠിക്കുന്നതാ. അപ്പൊ എന്താ ചെയ്യാ? a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ അല്ലേ വരാ? അപ്പൊ ഇതുപോലെ തന്നെ ഇവിടെ സ്ക്വയർ ചെയ്യണം. എക്ക് പകരം 3n ഉം ബിക്ക് പകരം 1 ആണ് എടുക്കുന്നത്. അപ്പൊ a plus b ഹോൾ സ്ക്വയർ 3n സ്ക്വയർ ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ. ഓക്കെ, 2 ഇൻറ്റു a ഇൻറ്റു b പ്ലസ് സെക്കൻഡ് നമ്പറിന്റെ സ്ക്വയർ 1 സ്ക്വയർ. എടാ ഇങ്ങനെയാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ ചെയ്യുമ്പോൾ കൂടി പറയാ ഇതെന്താ വരും? 3n സ്ക്വയർ. ഇത് ചെയ്യേണ്ട, ഇത് ഈക്വൽ ടു ഇപ്പുറം എഴുതിയിട്ടുള്ളത്. അതായത് 3n plus 1 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരാം. ഓക്കെ, ഓരോ ടൈമിനെ സ്കോർ ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ ജനറൽ ആയിട്ടുള്ള ഫോമിനെ സ്കോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരാം. ഇതൊന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 3n സ്ക്വയർ എന്നുള്ളതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 3ക്ക് സ്കോർ കൊടുക്കാം 9, n സ്കോർ കൊടുക്കാം n സ്ക്വയർ പ്ലസ് 3 into 2 6, 6 into 1 6 എന്നാ ബാക്കിയുള്ള n എഴുതാം. 6n plus 1. ഇതാണ് എന്ത് കിട്ടിയത്? ആൾജിബ്രായിക് ഫോമിനെ സ്ക്വയർ. അതായത് ഓരോ ടൈമിനെ സ്ക്വയർ ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കിട്ടുക. അപ്പൊ ആൾജിബ്രായിക് ഫോമിനെ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയത് അല്ലേ? ഈ സാധനം ഈ സീക്വൻസിലുള്ളതാണോ എന്ന് എഴുതിയാൽ മതി. ഈ സാധനം ഈ സീക്വൻസിൽ ഉണ്ടാവോ? അതായത് ഓരോ ടൈമിനെ സ്കോർ ചെയ്ത് കിട്ടുന്ന ഇത് സ്കോർ ചെയ്ത് കിട്ടുന്ന ഇത് ഈ സീക്വൻസിലുള്ളതാണോ? ജനറൽ ആയിട്ടുള്ള സാധനത്തിനെ സ്കോർ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. എങ്ങനെയാണ് അത് ആണോ ഇല്ലെന്ന് കിട്ടാ? നോക്കിയേ, ഇത് മൊത്തമായിട്ടേ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 3ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടിയിട്ടുള്ളതാണ്. നോക്കിയേ, ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. നോക്കാം, 9 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇത് മൊത്തമായിട്ട് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അതിന്റെ കൂടെ 1 കൂട്ടിയിട്ടുള്ള സീക്വൻസ് ആണിത്. അപ്പൊ സാധാരണ നമ്മുടെ സീക്വൻസ് നോക്കിയേ 3n plus 1 കണ്ട 3ന്റെ മൾട്ടിപ്പിളിലൂടെ 1 കൂട്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ സ്ക്വയർ ചെയ്ത് കിട്ടിയിട്ടുള്ള സാധനം നോക്കിയേ, ഇതൊക്കെ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതിന് കൂടെ 1 കൂട്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാ? ജനറൽ ആയിട്ട് പറയാ ഇതെന്താണ്? 3ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 1 കൂട്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോഴും എന്താണ്? സ്ക്വയർ ചെയ്ത് കിട്ടുന്ന ഉത്തരവും 3ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 1 കൂട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്താണ് ഇത്? എല്ലാ ടൈമിന്റെ സ്ക്വയറും ഈ സീക്വൻസിൽ തന്നെ ഉണ്ടാവും എഴുതാം കേട്ടാ.
ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണെന്ന് എനിക്കറിയാം. എന്നാലും ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ഇങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ്. ഇതിനെ സ്ക്വയർ ചെയ്ത് കിട്ടിയ ഉത്തരം 3ന്റെ മൾട്ടിപ്പിൾ ആണ്, അതിന്റെ കൂടെ 1 കൂട്ടിയതാണ്. ഓക്കെ, സാധാരണ നമ്മുടെ സീക്വൻസ് എങ്ങനെയാണ്? സീക്വൻസ് അതെ 3ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 1 കൂട്ടിയതാണ്. എല്ലാ ടൈം അങ്ങനെയാണ് പോണത്. അപ്പൊ സ്ക്വയറുകളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. അതാണ് ഇതിന്റെ അർത്ഥം. ഇവിടെ വരെ എഴുതി അവസാനിപ്പിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കിയാലോ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 4n² + 2n ആകുന്നു. ഒരു ദി സം ഓഫ് n ടേംസ് ഓഫ് an arithmetic sequence is 4n² + 2n. കേട്ടോ, അങ്ങനെയാണ് വരാ. n ടേംസ് ഓഫ് an arithmetic sequence, അതായത് സമ്മിന്റെ ആൽജിബ്രായിക് ഫോം ആണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ചിലപ്പോൾ ക്ലാസ് ചെയ്തിട്ടുണ്ടാവില്ല. ചോദ്യം നിർബന്ധമായിട്ട് പഠിക്കണം, എന്തായാലും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷുവറായിട്ട്, അത്ര ഷുവറായിട്ട് ചോദിക്കും, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. ഓക്കെ, സമ്മിന്റെ ആൽജിബ്രായിക് ഫോം ആണ് തന്നിട്ടുള്ളത് കേട്ടാ. അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് വന്നിട്ടുള്ളത്? വാട്ട് ഈസ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, പൊതു വ്യത്യാസത്തിലാണ് ശ്രേണിയുടെ രണ്ടാമത്തെ ടേം, രണ്ടാമത്തെ പദം എഴുതണം. ഓക്കെ ആണല്ലോ. ഞാനൊരു കാര്യം പറയാം, സമ്മിന്റെ ആൽജിബ്രായിക് ഫോം നമ്മൾ ഇങ്ങനെ എഴുതാം. Sn = എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമ്മിന്റെ ആൽജിബ്രായിക് ഫോം എങ്ങനെ എഴുതാ? 4n² + 2n അല്ലെ, 4n² + 2n. ഓക്കെ, സമ്മിന്റെ ആൽജിബ്രായിക് ഫോം, തുകയുടെ ബീജഗണിത രൂപം, വല്ല വ്യത്യാസം ഉണ്ടോ? സാധാരണ പഠിച്ചാലും സാധാരണ ഒരു ആൽജിബ്രായിക് ഫോം എഴുതുമ്പോൾ എങ്ങനെ നമ്മൾ എഴുതാറ്? Xn = 2n + 3 ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവാറ്? ഇത് സാധാരണ ആൽജിബ്രായിക് ഫോം, ഇത് സമ്മിന്റെ ആൽജിബ്രായിക് ഫോം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. സമ്മിന്റെ ആൽജിബ്രായിക് ഫോം എന്ന് വെച്ചാലേ സമ്മിന്റെ ആണിത്. അതായത് 1 കൊടുത്താല് ഫസ്റ്റ് ടേം കിട്ടും, n-ന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും. ഞാൻ പറയണ ശ്രദ്ധിച്ചേക്കാം. n-നോടടുത്ത് 1 കൊടുത്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് ടേം കിട്ടും. ഇവിടെ n-ന് 1 കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും അല്ലേ? കിട്ടാറുണ്ടല്ലേ? കിട്ടും. ഓക്കെ, ശരിയാണ്. പക്ഷെ n-ന് 2 കൊടുത്താലോ? n-ന് 2 കൊടുത്താലേ ഒന്നാമത്തെ ടേമിന്റെ രണ്ടാമത്തെ സമ്മാണ് കിട്ടാം. അതായത് 1ഉം 2ഉം കൂട്ടിയതാണ് കിട്ടാം ഇവിടെ സമ്മിന്റെ ആൽജിബ്രായിക് ഫോമിൽ. ഇതിനകത്തോ 2 കൊടുത്താൽ സെക്കൻഡ് ടേം കിട്ടും, 3 കൊടുത്താൽ തേർഡ് ടേം കിട്ടും, സാധാരണ ആൽജിബ്രായിക് ഫോം. പക്ഷെ ഇത് സമ്മിന്റെ ആണ് കേട്ടാ. അപ്പൊ ഇത് വ്യത്യാസം മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ചെയ്യാം. n = 1 ആണെങ്കിൽ എന്താ കിട്ടാ? ഫസ്റ്റ് ടേം കിട്ടും. ഓക്കെ, സാധാരണ പോലെ n 1 കൊടുക്കാൻ 2 സ്ഥലത്ത് തന്നെ ഉണ്ടല്ലേ. അപ്പൊ 4 × 1² + 2 × 1. അപ്പൊ ഇത് വരും 4 × 1² എന്ന് വെച്ചാൽ 1 ആണല്ലേ. 4 × 1 4 + 2 × 1 1 2. ഓക്കെ, 30 ഫസ്റ്റ് ടേം കിട്ടി, 6 കിട്ടി. ക്ലിയർ ആണല്ലോ? എന്താണ് ഞാൻ ചെയ്തത്? n-ന് 1 കൊടുത്ത് ഫസ്റ്റ് ടേം കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? n-ന് 2 കൊടുക്കാം. when n = 2 കൊടുത്താൽ എന്താണ് കിട്ടാ? സെക്കൻഡ് ടൈം ആണോ കിട്ടാ? അല്ല, എന്താണ് കിട്ടാ? സമ്മിന്റെ ആൽജിബ്രായിക് ഫോം ആണ്. അതെങ്ങനെ കിട്ടി? ചോദ്യത്തിലുണ്ട് the sum of n terms of an arithmetic sequence കേട്ടാ. n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപമാണ്. ഓക്കെ, തുക ഉണ്ടാവുള്ളൂ, ഇങ്ങനെ ഉണ്ടാവുള്ളൂ ചോദ്യത്തില്. അപ്പൊ n-ന് 2 കൊടുത്താൽ എന്താ കിട്ടാ? ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂട്ടിയ ഉത്തരവാണ് കിട്ടാ. ഓക്കെ, സെക്കൻഡ് ടൈം അല്ല കിട്ടാ. ഇതിലാണെങ്കിൽ n-ന് 1 കൊടുത്താൽ ഫസ്റ്റ് ടൈം, n-ന് 2 കൊടുത്താൽ സെക്കൻഡ് ടൈം, n-ന് 3 കൊടുത്താൽ തേർഡ് ടൈം. ഓക്കെ, ഇതിലാണെങ്കിലോ 2 കൊടുത്ത ഫസ്റ്റ് സെക്കൻഡ് കൂട്ടിയത് കിട്ടി. 2 കൊടുക്കാണ്. അതായത് 4 × 2² + 2 × 2 എന്നോട് കൊടുത്തൊക്കെ 2 കൊടുത്തിട്ടാ. അപ്പൊ എന്താണ്? 4 × 2² 4 പ്ലസ് ഗുണിക്കാം. 2 × 2 4. അപ്പൊ ആദ്യം ഗുണിച്ചിട്ടാണോ കൂട്ടാനായിട്ട് ആവശ്യം? അത് കൂട്ടിയിരിക്കുന്നത് 4 × 4 16 16 + 4 എത്രയാണ്? 20 കിട്ടി. അതായത് ഫസ്റ്റ് ടേം സെക്കൻഡ് കൂടി കൂട്ടിയാല് 20 ആണ്. അതായത് സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് 20 കേട്ടാ. 2 കൊടുത്തപ്പോ 20 കിട്ടിയത് എന്താണ്? 1ഉം 2ഉം കൂട്ടിയപ്പോ കിട്ടി അല്ലെ. അപ്പൊ ഇതിനകത്ത് സെക്കൻഡ് ടേം മാത്രം കിട്ടാൻ എന്ത് ചെയ്യണം? സെക്കൻഡ് ടൈം ഫസ്റ്റ് ടൈം കൂടി കൂട്ടിയത് 20. അതിനകത്ത് എന്ത് ചെയ്യാം? ഫസ്റ്റ് താളെ കുറയ്ക്കാം, 6 കുറയ്ക്കാം. അപ്പൊ എത്ര കിട്ടി? 14 കിട്ടി. നോക്കിയേ, ഫസ്റ്റ് ടൈം 6, സെക്കൻഡ് ടൈം 14. ശരിയായില്ലേ? അത് 2 കൂട്ടിയപ്പോ 20 ശരിയാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് നോക്കാം. ചോദ്യം നോക്കിയൊന്ന് ക്ലിയർ ആയിട്ട്. ഈ ശ്രേണിയുടെ പൊതു വ്യത്യാസത്തിലാണ്. അപ്പൊ സീക്വൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിട്ടാണ് ഞാൻ ആദ്യം 6 14 ഇങ്ങനെയാണ് പോണത്. അപ്പൊ എത്രയാണ് പൊതു വ്യത്യാസത്തിലാണ്? കോമൺ ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് കണ്ടിക്കാൻ എന്ത് ചെയ്യണം? എത്രയാണ് കൂടി പോണത്? 8 വെച്ചാണ് കൂടണം അല്ലെ. അപ്പൊ d = 14 6 കുറയ്ക്കാം, 8 ആണ് കിട്ടാ. ഓക്കെ, = 8 കിട്ടി. കോമൺ ഡിഫറൻസ് 8 ആണ് ട്ടാ. കോമൺ ഡിഫറൻസ് 8 നോക്കിയേ. സെക്കൻഡ് ടൈമിൽ ഫസ്റ്റ് ടൈം അല്ലേ കുറയ്ക്കേണ്ടത്? 14 ന്നാണ് 6 കുറയ്ക്കേണ്ടത്. അപ്പൊ 8 കിട്ടി. കോമൺ ഡിഫറൻസ് എഴുതി. ബി ചോദ്യം എന്താണ്? ബി ചോദ്യം ഫൈൻഡ് വാട്ട് ഈസ് ദി സെക്കൻഡ് ടൈം ഓഫ് ദി സീക്വൻസ്. സെക്കൻഡ് ടൈം സിമ്പിൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് ടൈം ചോദ്യം എത്ര എഴുതി? ബി ചോദ്യം സെക്കൻഡ് ടൈം എത്രയാണ്? 14. ഓക്കെ, സെക്കൻഡ് ടൈം 14. സി ചോദ്യം നോക്കാം. സി ചോദ്യം 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്ടാ. 5 മാർക്കിനുള്ളത് ഉണ്ട്. ഓക്കെ, എന്താണ് സി ചോദ്യം? സെവനിലെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക. ആദ്യത്തെ 25 ടേമിന്റെ സം കണ്ടുപിടിക്കുക. ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദിസ് അരിത്മെറ്റിക് സീക്വൻസ്. എന്താണ് ചെയ്യുന്നത്? n-ന് 1 കൊടുത്താൽ ഫസ്റ്റ് ടൈം കിട്ടും, n-ന് 2 കൊടുത്താൽ ആദ്യത്തെ രണ്ടെണ്ണത്തിന് സം കിട്ടും, n-ന് 3 കൊടുത്താൽ ഫസ്റ്റ് 3 ടൈമിന്റെ സം കണ്ടുപിടിക്കും.
കണ്ടുപിടിക്കുക. അപ്പൊ എന്റെ 25 കൊടുത്താലോ 25 പിന്നെ സം കിട്ടും. സം ഓഫ് ഫസ്റ്റ് 25 ടൈംസ് ആണ് എഴുതിയുള്ളത്. സം ഓഫ് ഫസ്റ്റ് 25 ടൈംസ് S25 ഈക്വൽ ടു എന്തെഴുതാ സമ്മിന്റെ ടെസ് എന്ന് എഴുതണത് 25 കൊടുക്കുക. അത്രേ ഉള്ളൂ. സമ്മിന്റെ ആൾജിബ്രായിക് ഫോമിൽ 25 കൊടുക്കുക. അപ്പൊ എന്തായി 4 × 25 സ്ക്വയർ പ്ലസ് 2 × 25. ഓക്കെ, മനസ്സിലായി വിചാരിക്കണടാ. അപ്പൊ എത്രയാണ് വരാ നോക്കി, എത്രയാണ് വരാ നോക്കി മുടിച്ചു നോക്കാം. അതിന്റെ സ്ക്വയർ ചെയ്യണമെങ്കിൽ സ്ക്വയർ ചെയ്യാ. അപ്പൊ 4 × 25 സ്ക്വയർ എത്രയാണെന്ന് അറിയോ? വിളിച്ചു നോക്കണോട്ടാ, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. 625 ആണ്. 625 പ്ലസ് 2 × 25. 2 × 25 എത്രയാണ്? 50 ആണ്. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? 625 × 4 മൾട്ടിപ്ലൈ ചെയ്യണം. 625 × 4 എത്രയാണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ? ഓക്കെ, എത്രയാണ് കിട്ടിയത്? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 625 × 4 5 × 4 20 0. ബാക്കി 2 4 2 8 2 10 0. ബാക്കി 1 6 × 4 24 24 1 25 25 0 പ്ലസ് 50. ഓക്കെ, അതായത് റെഡി 2550 കൂടി കൂട്ടിയപ്പോ 2550 കിട്ടും കേട്ടാ. അപ്പൊ എന്താണ് നമുക്ക് കിട്ടിയത്? എന്താണ് കിട്ടിയത്? ഫസ്റ്റ് 25 ടേമിന്റെ സമ്മാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 2500 കിട്ടി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഇനി നമുക്കൊരു ഡി ചോദ്യം കൂടി ഉണ്ട്. എന്താണ് ഡി ചോദ്യം? വായിച്ചോക്കി. ഈ ശ്രേണിയിലെ ഏതാനും പദങ്ങളുടെ തുക 7321 കിട്ടുമോ? അതായത് ഈസ് ദി സം ഓഫ് സം ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് ബി 7321 7321 കിട്ടുമെന്ന്. ഏതെങ്കിലും ടേമുകളെ കൂട്ടിയാൽ 7321 കിട്ടുമെന്നാണ് ചോദ്യം. ഓക്കെ, ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ഇതിനകത്ത് ടേമുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ എഴുതി കാണിച്ചുതരാം. ടേമുകളൊന്ന് നോക്കി. സീക്വൻസിലാ 6 14 ഇങ്ങനല്ലേ പോണത്? 6 14 എക്സെട്രാ ഇങ്ങനല്ലേ പോണത്? അപ്പൊ നോക്കി അടുത്തത് എത്രയായിരിക്കും? 8 കൂട്ടിയിട്ടുണ്ടെങ്കിൽ 22 ഇങ്ങനെ പോണത് കേട്ടാ. ഈ സീക്വൻസ് നോക്കിയേ, ഇതൊക്കെ ഈവൻ നമ്പറുകളല്ലേ. ഈവൻ നമ്പർ ആയിട്ടാണ് ഈ സീക്വൻസ് മൊത്തം പോണത്. ഈവൻ നമ്പർ ആണ്. 8 വെച്ച് കൂടി പോയാൽ ഇത് ഈവൻ നമ്പറിന്റെ സീക്വൻസ് തന്നെയാണ്. ഈവൻ നമ്പറുകളെ ഈ സീക്വൻസ് വരുള്ളൂ അല്ലേ. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ തമ്മിൽ കൂട്ടിയിട്ടുണ്ടെങ്കിലും ഈവൻ നമ്പറുകൾ തമ്മിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഒട്ടും ഒരു ഓഡ് നമ്പർ ആവില്ല അല്ലേ. നമ്മൾ ചോദിച്ചു നോക്കിയേ 7321 കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 7321 ഒറ്റ സംഖ്യ അല്ലേ, ഓഡ് നമ്പർ അല്ലേ. അപ്പൊ എത്ര ഈവൻ നമ്പർ തമ്മിൽ കൂട്ടുകയാണെങ്കിലും ഒരു ഓഡ് നമ്പർക്ക് എത്തൂല. അപ്പൊ എന്താണ് പറയാൻ പറ്റുക? ഇതൊട്ടും ഒരു 7321 ആവൂല. എത്ര എണ്ണം കൂട്ടിയിട്ടുണ്ടെങ്കിലും ഏതൊക്കെ തമ്മിൽ കൂട്ടിയിട്ടുണ്ടെങ്കിലും ആവൂല. കാരണം എന്താണ്? ഇതൊക്കെ ഈവൻ നമ്പർ ആണ്. ഓക്കെ, അപ്പൊ എന്താ പറയാ? നോട്ട് പോസിബിൾ. ഓക്കെ, കാരണം എന്താണ്? ദി സീക്വൻസ് കണ്ടെയ്ൻസ് ഓൺലി ഈവൻ നമ്പേഴ്സ്. Okay, therefore the sum of an even number not be an odd number. Okay, കിട്ടിയതായിരിക്കട്ടാ. ഒരു ഇരട്ട സംഖ്യയുടെ തുക ഒരിക്കലും ഒരു ഒറ്റ സംഖ്യ ആകില്ല. അത്ര വിചാരിക്കാം. അപ്പൊ അത്രയാണ് നമ്മുടെ ചോദ്യങ്ങൾ വന്നിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചില ചോദ്യങ്ങൾ നല്ല സ്പീഡിലാണ് എടുത്തു പോയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ എളുപ്പത്തിന് പഠിക്കാൻ പറ്റും. കുറച്ച് ശ്രദ്ധയോടെ ഫുള്ളായിട്ട് വീഡിയോ ഇരുന്ന് കാണണം. പിന്നെ ബാക്കി എന്തെങ്കിലും സജഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഓക്കെ, ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.